जय राधा माधव जय कुंज विहारी। जय राधा माधव जय कुंज विहारी। जय गोपी जन वल्लभा जय गिरिवरधारी। जय गोपी जन वल्लभा जय गिरिवरधारी। यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनतीरावनचारी। जय कुंज विहारी। जय राधा माधव जय कुंज विहारी। जय राधा माधव जय कुंज विहारी। हरे कृष्णा कृष्ण कृष्णा हरे 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 रामा राम राम हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യ ഈശ്വരം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിത ശ്രീവിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം തത്സത്. ശ്രീമദ് ഭഗവത്ഗീതയുടെ പ്രഥമാധ്യായമായിട്ടുള്ള കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം അഥവാ അർജുന വിഷാദ യോഗം അഥവാ അർജുന വിഷാദ രോഗം ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
എല്ലാവർക്കും വരുന്നൊരു മാനസിക സ്ഥിതിയാണ് അർജുനനും വന്നത്. നമുക്കും വരാറുണ്ട് ചില സമയത്തെല്ലാം. ബന്ധുമിത്രാദികളോട് നമുക്ക് അതിയായ കോപം ഉണ്ടാവും. അവരെ ഉപദ്രവിക്കണം, കേസ് കൊടുക്കണം, അവരെ വധിക്കണം എന്നുള്ള ചിന്ത വരെ ചിലപ്പോൾ വരും. പക്ഷെ യഥാർത്ഥത്തിൽ പിന്നെ അവരെ കണ്ടുമുട്ടുകയാണെങ്കിലോ നമ്മുടെ ആ കോപവും ആ വൈരാഗ്യവും എല്ലാം പോയിട്ട് നാം ഒരു മിത്രഭാവത്തിൽ അവരെ സമീപിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ തരത്തിലും, ഇനിയിപ്പോ ആധ്യാത്മികമായിട്ടുള്ള തലത്തിലോ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള തലത്തിലോ എല്ലാം അപ്രകാരം തന്നെ. അങ്ങനെ ഒരു വിഷമഘട്ടത്തിലേക്കാണ് നമ്മുടെ വീരശൂര പരാക്രമിയായിട്ടുള്ള അർജുനൻ പോകാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സില് തന്റെ ശത്രുക്കൾ ആരൊക്കെയാണ്, എനിക്ക് എന്റെ ശത്രുക്കളെ കാണണം, രണ്ട് സൈന്യത്തിന്റെയും നടുവില് മധ്യത്തിൽ കൊണ്ടുപോയിട്ട് നിർത്താനായിട്ട് ആവശ്യപ്പെട്ടു. ഇപ്രകാരം ഭഗവാൻ അർജുനന്റെ അല്ലെങ്കിൽ തന്റെ ദിവ്യമായിട്ടുള്ള രഥത്തെ രണ്ട് സൈന്യത്തിന്റെയും നടുവിൽ കൊണ്ടുപോയി നിർത്തി. നിർത്തുക മാത്രമല്ല, ആരെയൊക്കെ കണ്ടാലാണ് അർജുനന്റെ ഉള്ളില് അതിയായിട്ടുള്ള കരുണ, ദയ, കൃപ, കടാക്ഷം തുടങ്ങിയിട്ടുള്ള മമത്വബോധങ്ങള്, എന്റേത്, എന്റെ മുത്തച്ഛൻ, എന്റെ അമ്മാവൻ, എന്റെ വല്യച്ഛന്റെ മക്കള്, എന്റെ ഇളയച്ഛന്റെ മക്കള്, എന്റെ ജ്യേഷ്ഠൻ, എന്റെ സഹോദരന്മാര്, എന്റെ മാതുലന്മാര്, എന്റെ ശുശുരന്മാര്, ഇപ്രകാരം ആരെയെല്ലാം കണ്ടാലാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ആ സ്നേഹാധിക്യം കൊണ്ട് കരുണാഭരിതമായിട്ട് തീരുന്നത്, അങ്ങനെയുള്ള ആളുകളുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് നിർത്തി. കാരണം 11 അശ്വഹിണി സേന കൗരവർക്കും 7 അശ്വഹിണി സേന പാണ്ഡവർക്കുമുണ്ട്. വളരെ വലിയൊരു സൈന്യവിന്യാസമാണ് അവിടെ വിന്യസിച്ചിരിക്കുന്നത്. 3-3.5 കിലോമീറ്റർ നീളത്തിലാണ്. ആലോചിച്ച് നോക്കൂ, അത്രയും ദീർഘമായിട്ടുള്ള സൈന്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് നിർത്തിയാൽ മതിയായിരുന്നു. പക്ഷെ അർജുനന്റെ ഉള്ളിലുള്ള വികലമായിട്ടുള്ള ആ ഒരു മമത്വബോധത്തെ മുകളിലേക്ക് ഉണർത്തിക്കൊണ്ടുവന്ന് അതിനെ നല്ല രീതിയിൽ ചികിത്സിക്കാനാണ് ഭഗവാൻ ഉദ്ദേശിച്ചത്, അല്ലെ? ഈ വളരെ പകർച്ചവ്യാധികൾ, മാരകമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ, ചൊറി, ചിരങ്ങ് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും അലർജിയൊക്കെ വരുമ്പോൾ വൈദ്യരുടെ അടുത്ത് പോയി ആദ്യം അതിനെ പുറത്തേക്ക് കൊണ്ടുവരും. ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥയായിരിക്കും. പിന്നെ അതിനെ ആ വേരോട് കൂടിയിട്ട് പിഴുതെറിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ഇവിടെ അർജുനന്റെ ആ മനസ്സിന്റെ അടിത്തട്ടില് അനേകം വികലമായിട്ടുള്ള സങ്കല്പ വികല്പാത്മകമായിട്ടുള്ള കുറച്ച് ചിന്തകളുണ്ടെന്ന് ഭഗവാന് മനസ്സിലായി. കാരണം യുദ്ധത്തിന് 2 ദിവസം മുന്നേ ആ സഞ്ജയന്റെ കയ്യില് വളരെ ഗൂഢമായിട്ടുള്ള പരിതാപകരമായിട്ടുള്ള ഒരു സന്ദേശമാണ് കൊടുത്തയച്ചത്. അത് വായിച്ച ഉടനെ തന്നെ അർജുനന്റെ പകുതി ആ താല്പര്യം, യുദ്ധത്തിനോടുള്ള താല്പര്യം കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും ശരി, തന്റെ സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ യുദ്ധം ചെയ്യാമെന്നുള്ളൊരു പ്രതിജ്ഞ എടുക്കുകയാണ് അദ്ദേഹം സ്വമനസാലെ ചെയ്യുന്നത്. ഇതെല്ലാം അന്തരാമിയായിട്ടുള്ള ആ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാന് മനസ്സിലായി. അപ്പൊ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോ മുഖാമുഖം കാണുമ്പോൾ ഇതിനേക്കാളും ഭീകരമായിരിക്കും അവസ്ഥ എന്ന് വിചാരിച്ച് യുദ്ധം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു അവസ്ഥയെ അദ്ദേഹത്തിന് മറികടക്കുവാനുള്ള ഊർജം നൽകുകയാണ് ഭഗവാൻ ഇവിടെ ശ്രീമദ് ഭഗവത്ഗീതയിലൂടെ ചെയ്യുന്നത്. വളരെ താത്വികമായിട്ടുള്ള ഒരു ചിന്തനത്തിൽ കൂടെയാണ് ഈ ഭഗവത്ഗീത കടന്നു പോകുന്നത്. കാരണം ഇത്രയും ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഗ്രന്ഥം വേറെ ഇല്ല എന്ന് പറയാം. പല മനോരോഗ വിദഗ്ധന്മാരും മനോരോഗികളുടെ പല പല അവസ്ഥകളെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രീമദ് ഭഗവത്ഗീതയുടെ 1-ാം അധ്യായമാണ് അവര് ഉപയോഗിക്കുന്നത്. നോക്കൂ, അപ്പൊ എത്രയും അവർക്ക് പോലും പിടികിട്ടാത്ത ഒരു ഭാഗമാണ് ഇവിടെ അർജുനന്റെ ഈ വിഷാദ രോഗം. എങ്ങനെ വന്നു, അല്ലെ? 10 മിനിറ്റ് മുമ്പ് സംസാരിച്ച അദ്ദേഹം 10 മിനിറ്റിന് ശേഷം എപ്രകാരമാണ് ഇതുപോലെയുള്ള ഹിസ്റ്റീരിയ ബാധിച്ച മനോരോഗിയായിട്ട് തീരുന്നതെന്ന് അവർക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അപ്പൊ പിന്നെ സാധാരണക്കാരന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയ. അപ്പൊ അതുകൊണ്ട് വളരെയധികം പഠനത്തിന് വിധേയമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് ഭഗവത്ഗീത. അതുകൊണ്ട് സർവവേദ വേദാന്ത സാര സർവസ്വമായിട്ടുള്ള ഈ ഭഗവത്ഗീതയെ ശരിക്കും എല്ലാ ഗ്രന്ഥങ്ങളുടെയും മാതാവായിട്ട്, അടിസ്ഥാനമായിട്ടാണ് കാണുന്നത്. ആ രീതിയിൽ വേണം ഭഗവത്ഗീത വിദ്യാർത്ഥികളായിട്ടുള്ള അല്ലെങ്കിൽ വൈഷ്ണവരായിട്ടുള്ള നമ്മളും ഭഗവത്ഗീതയെ സമീപിക്കേണ്ടത്. അങ്ങനെ 2 സൈന്യത്തിന്റെയും നടുവിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പ്രത്യേകിച്ചും ഭീഷ്മദ്രോണ പ്രമുഖത, ഭീഷ്മപിതാമഹൻ, ദ്രോണാചാര്യര്, കൃപാചാര്യര്, ശല്യമാമൻ, ശകുനിമാമൻ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ, പ്രശസ്തരായിട്ടുള്ള ആളുകൾക്ക് സമൂഹമായിട്ട്, മുഖാമുഖമായിട്ട്, അഭിമുഖമായിട്ട് നിർത്തിയിട്ട് പെട്ടെന്ന് തന്നെ ഇവരെ കാണാവുന്ന രീതിയിൽ നിർത്തിയിട്ട് 2-ാമത്തെ വെടിയും പൊട്ടിച്ചു. എന്ത് പറഞ്ഞു? അർജുന,
നിന്റെ കുരുവംശജരെ നീ കണ്ടുകൊള്ളൂ. ഇവിടെ ഉള്ളവരെല്ലാം നിന്റെ ബന്ധുമിത്രാദികളാണ്. ആരും തന്നെ പുറത്തു നിന്ന് വന്നിട്ടില്ല. എല്ലാവരും ആ കുരുമഹാരാജാവിന്റെ പൗത്രന്മാരോ പൗത്രന്മാരുടെ പുത്രന്മാരോ പൗത്രന്മാരുടെ പൗത്രന്മാരോ ആണ്. ആരും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. നീ അന്വേഷിച്ചു പോകുകയാണെങ്കിൽ ഇവിടെ നിൽക്കുന്നത് എല്ലാവരും തന്നെ ഏതെങ്കിലും അമ്മയുടെ വഴിയിലോ അച്ഛന്റെ വഴിയിലോ ഭാര്യയുടെയോ സഹോദരന്മാരുടെയോ എങ്ങനെയെങ്കിലും അവരൊരു ബന്ധുത്വം നിനക്കുണ്ടായിരിക്കും ഇല്ലേ? നമ്മള് വിവാഹ ചടങ്ങുകൾക്കോ അല്ലെങ്കിൽ ബ്രഹ്മോത്സവത്തിനോ അവിടേക്ക് ഇവിടേക്കും പോകുമ്പോ ആരെങ്കിലും കാണുമ്പോ ഇത് നമ്മുടെ ബന്ധുവാണല്ലോ, ഏതോ ഒരു വിവാഹത്തിന് അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അതുപോലെ ഏതോ ഒരു ബന്ധുത്വം ഇവിടെ നിൽക്കുന്നവരില് എല്ലാവരിലും നിനക്കുണ്ട് അർജുന എന്ന് പറഞ്ഞു. ഇത് കേട്ടതോട് കൂടിയിട്ട് അർജുനന് പകുതി ശ്വാസം പോയി, സത്യം പറയാൻ കഴിഞ്ഞാൽ. ശരി, എന്നാലും ഞാൻ എൻ്റെ ശത്രുക്കളെയെല്ലാം കാണട്ടെ എന്ന് വിചാരിച്ച് അർജുനൻ അവരെയെല്ലാം നല്ല പോലെ നിരീക്ഷിക്കുവാനായിട്ട് ആരംഭിച്ചു. അതാണ് നമ്മുടെ 26-ാം ശ്ലോകം മുതൽ അടുത്ത 2 ശ്ലോകങ്ങൾ നോക്കാം നമുക്ക്. ആരാ പറയുന്നത്? സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയുകയാണ്. തത്ര പശ്യസ്ഥിതാൻ പാർത്ഥ പിതർനദ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാത്രൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തദാ ശുശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി. വിവർത്തനം, ട്രാൻസ്ലേഷൻ. ആ യുദ്ധരംഗത്തിൽ ഇരു സൈന്യങ്ങളുടെയും നടുവിൽ പിതൃതുല്യരെയും പിതാമഹന്മാരെയും ഗുരുജനങ്ങളെയും അമ്മാവന്മാരെയും സഹോദരന്മാർ, മക്കൾ, പൗത്രന്മാർ, സുഹൃത്തുക്കൾ, ഭാര്യാപിതാക്കന്മാർ എന്നിവരെയും അർജുനൻ കണ്ടു. ഈ ശ്ലോകത്തിന്റെ ആശയവിശദീകരണം, ഭാവാർത്ഥം, പർപ്പട്ട്. ഭാവാർത്ഥം എഴുതിയ അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. എല്ലാ ബന്ധുക്കളെയും അർജുനൻ യുദ്ധകളത്തിൽ കണ്ടു. സ്വന്തം പിതാവിന്റെ സമവയസ്കരായ ഭൂരിശ്രവസിനെ പോലെയുള്ളവര്, ഭീഷ്മപിതാമഹനെയും സോമദത്തിനെയും പോലുള്ള മുത്തച്ഛന്മാർ, ദ്രോണാചാര്യർ, കൃപാചാര്യർ മുതലായ ഗുരുജനങ്ങൾ, ശല്യർ, ശകുനി തുടങ്ങിയിട്ടുള്ള അമ്മാവന്മാർ, ദുര്യോധനാദികളായ സഹോദരന്മാർ, ലക്ഷ്മണാദികളായ പുത്രന്മാർ, അശ്വത്ഥാമാവ് തുടങ്ങിയ സുഹൃത്തുക്കൾ, കൃതവർമാവിനെ പോലുള്ള ഗുണകാംക്ഷികൾ, കൂടാതെ തന്റെ അനേകം സുഹൃത്തുക്കളെയും സൈന്യനിരകളിൽ അർജുനൻ കണ്ടു. തത്ര അവിടെ കൂടിയിരിക്കുന്ന ശത്രുപക്ഷത്ത് മാത്രമല്ല 2 സൈന്യങ്ങളിലും, കാര്യം ഉഭയോ സേനയോർ മധ്യേ രഥം സ്ഥാപയ എന്ന് പറഞ്ഞേക്കണ 2 സൈന്യങ്ങളുടെയും നടുവില്. കാരണം ആരോട് കൂടിയിട്ടാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടത്? ആരാണ് എന്റെയും കൂടെ വന്നിരിക്കുന്നത്? 2 പേരെയും കാണണം. എന്റെ സൈന്യത്തിന്റെ ബലവും എനിക്കറിയണം, ശത്രു സൈന്യത്തിന്റെ ബലവും അറിയണം. കാരണം 13 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ രാജ്യവുമായിട്ട് യാതൊരു ബന്ധമില്ല, ആളുകളുമായിട്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ സൈന്യത്തിൽ ആരൊക്കെയാണ്, എന്റെ സൈന്യത്തിന്റെ വിസ്തൃതി, അതിന്റെ ഗുണങ്ങള് അല്ലെങ്കിൽ അതിന്റെ വീക്ക്നെസ്, ഇതെല്ലാം എനിക്കറിയണം. അതുപോലെ തന്നെ ശത്രു സൈന്യത്തിന്റെയും. അതിനു വേണ്ടിയിട്ടാണ് നടുവിൽ കൊണ്ടുപോയിട്ട് നിർത്താൻ പറഞ്ഞത്. അങ്ങനെ അർജുനൻ 2 പേരെയും 2 സൈന്യത്തിലുള്ള ആളുകളെയും എല്ലാം സൂക്ഷ്മമായിട്ട് നോക്കിക്കാണുവാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ശത്രുക്കളെയെല്ലാം നോക്കുവാനായിട്ട് ആഗ്രഹിച്ച അർജുനന് ആരൊക്കെയാണ് കണ്ടത്? തത്ര പശ്യസ്ഥിതാൻ പാർത്ഥ. പാർത്ഥൻ, പ്രതയുടെ പുത്രൻ, അല്ലെങ്കിൽ പൃഥ്വിയുടെ സംരക്ഷകൻ, ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടവൻ. അങ്ങനെ ഇനി യുവരാജാവാകേണ്ട ആ പാർത്ഥൻ തന്റെ ശത്രുക്കളെയും മിത്രങ്ങളെയും എല്ലാം നോക്കാനായിട്ട് ആരംഭിച്ചു. ആരെ കണ്ടത്? പിതൃനദ, പിതാവിന് തുല്യം ബഹുമാനിക്കേണ്ടവര്, പിതാവിന് തുല്യം വയസ്സുള്ള ആളുകള്, അല്ലെ? അവിടെ സോമദത്തൻ, ബ്ലാഹിക രാജാവ്, ഇവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പിതാവിന് തുല്യം ബഹുമാനിക്കേണ്ടവരാണ്. തന്റെ പിതാവായിട്ടുള്ള പാണ്ഡു മഹാരാജാവിന്റെ പ്രായത്തിന് തുല്യമുള്ളവരാണ്. പിതാമഹൻ, മുത്തച്ഛനുണ്ടായിരുന്നു. മുത്തച്ഛന് തുല്യം വയസ്സുള്ള ആളുകൾ ഉണ്ടായിരുന്നു, അല്ലെ? അപ്പൂപ്പന്മാര്, ഭീഷ്മ പിതാമഹൻ ഉണ്ടായിരുന്നു. മാത്രമല്ല സോമദത്തനുണ്ട് അവിടെ. അത്രയും വയസ്സായിട്ടുള്ള ആൾക്കാരാണ്. 10, 125, 130, 140 വയസ്സുണ്ട്. പിന്നെ ആരാണ്? ആചാര്യന്മാരുണ്ട്, അധ്യാപകരുണ്ട്. ആരൊക്കെയാണ്? ദ്രോണാചാര്യര്, കൃപാചാര്യര്, വേദശാസ്ത്ര പുരാണങ്ങൾ പഠിപ്പിച്ചു തന്നവര്, ധനുർവേദം പഠിപ്പിച്ചവര്, ആചാര്യന്മാരുണ്ടായിരുന്നു. മാതുലാൻ, അമ്മാവന്മാര്. സ്വന്തം അമ്മാവനായിട്ടുള്ള ആ കുന്തിദേവിയുടെ സഹോദരനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. അദ്ദേഹം ഉണ്ടായിരുന്നു. ശകുനി മാമൻ ഉണ്ടായിരുന്നു. ഇനി നകുലൻ സഹദേവൻ, അവരുടെ മാതൃയുടെ സഹോദരനായിട്ടുള്ള ശല്യമാമൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുന്തിഭോജ മഹാരാജാവ്, ശകുനി മാമൻ, ശല്യമാമൻ, 3 മാമന്മാരെയും അമ്മാവന്മാരെയും കണ്ടു.
പിന്നെ ഭ്രാത്രൻ സഹോദരന്മാരെ, സ്വന്തം സഹോദരനെ കണ്ടു, യുധിഷ്ഠിര മഹാരാജാവിനെയും ഭീമസേനനെയും. അതുപോലെ തന്നെ ശത്രുപക്ഷത്ത് നോക്കുകയാണെങ്കിൽ ദുര്യോധനനും ദുശാസനനും എല്ലാം ജ്യേഷ്ഠന്മാരാണ്. ഒരു വയസ്സിന് 1.5 വയസ്സിനൊക്കെ മൂത്തവരാണ് അവരെല്ലാവരും. അപ്പൊ അവരെയും കണ്ടു. പുത്രാൻ, സ്വന്തം പുത്രന്മാര് അല്ലെ, ആ ദ്രൗപദിയിൽ ഉണ്ടായിട്ടുള്ള പുത്രനെ കണ്ടു, ശതാനീകൻ, അതുപോലെ തന്നെ അഭിമന്യുവിനെ കണ്ടു. പിന്നെ ജ്യേഷ്ഠന്റെ പുത്രന്മാരെ കണ്ടു, സഹോദരന്റെ പുത്രന്മാരെ കണ്ടു, അനിയന്മാരുടെ പുത്രന്മാരെ കണ്ടു, ദുശാസനന്റെയും ദുര്യോധനന്റെയും പുത്രന്മാരെ കണ്ടു. എല്ലാവരെയും കണ്ടു. കാരണം പുത്രസമാനം കാണേണ്ടവരാണ് ചേട്ടനനിയന്മാരുടെ മക്കള്. അപ്പൊ അവരെയും കണ്ടു. പൗത്രാൻ, ആ പേരക്കുട്ടിയുടെ വയസ്സുള്ള ആ കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു, മീശ മുളയ്ക്കാത്ത കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു. അവരെയും കണ്ടു. പൗത്രാൻ, പുത്രന്മാരുടെ പുത്രന്മാരെയും കണ്ടു. സഖീം, അതുപോലെ തന്നെ ഒന്നിച്ചു കളിച്ചു വളർന്നവരെ കണ്ടു. സുഹൃദ, സുഹൃത്തുക്കളെ കണ്ടു. അല്ലെ, എപ്പോഴും നല്ലത് മാത്രം പറയുന്ന ആളുകളെയും കണ്ടു. സമാനമാണ് സത്യത്തില് മിത്രം, സുഹൃത്ത്, സഖ എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ എല്ലാം നല്ല ഭാവത്തിൽ തന്നെയാണ്. പക്ഷെ ചെറിയ ചെറിയ ശാസ്ത്രം അനുസരിച്ച് ചെറിയ വ്യത്യാസമുണ്ട്. അല്ലെ, നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളവൻ, നമ്മുടെ നല്ല കാര്യങ്ങൾക്ക് ഹിതമായിട്ടത് മാത്രം ആഗ്രഹിക്കുന്നവൻ, ഊണിലും ഉറക്കത്തിലും എല്ലാത്തിലും, നല്ലതിലും ചീത്തയും എല്ലാത്തിലും ബ്രോ ഞാൻ കൂടെയുണ്ട് എല്ലാത്തിലും, എന്ത് വേണമെങ്കിലും ചെയ്തോ, അങ്ങനെ പറയുന്ന ആളുകള്. ഇങ്ങനെ പല വിധത്തിലുള്ള ആളുകളെ കണ്ടു. ശുശുരാൻ, ഭാര്യയുടെ പിതാക്കന്മാരെ, അമ്മായിയപ്പന്മാരെ, ഫാദർ ഇൻ ലോ, അവരെയും കണ്ടു. പാഞ്ചാലിയുടെ, ദ്രൗപദിയുടെ പിതാവിനെ കണ്ടു. ജ്യേഷ്ഠന്റെ ഭാര്യയുടെ പിതാവിനെ കണ്ടു. അനിയന്മാരുടെ ഭാര്യമാരുടെ പിതാവിനെ കണ്ടു. ദുര്യോധനന്റെയും ദുശാസനന്റെയും ഭാര്യയുടെ പിതാവിനെ കണ്ടു. എല്ലാവരെയും കണ്ടു. ഭാനുമതിയുടെ അച്ഛനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അതില്. അങ്ങനെ അവരെയെല്ലാം കണ്ടു. സേനയോർ ഉഭയോരപി, ഉഭയോർ സേനയോർ, രണ്ട് സൈന്യത്തിലും, ഒരു എതിർപക്ഷത്ത് മാത്രമല്ല രണ്ട് സൈന്യത്തിനെയും നോക്കുന്നുണ്ട് അർജുൻ. അതിനു വേണ്ടിയിട്ടാണല്ലോ നടുവിൽ കൊണ്ടുപോയി നിർത്താൻ പറഞ്ഞത്. ഇങ്ങനെ രണ്ട് സൈന്യങ്ങളുടെയും നടുവിൽ കൊണ്ടുപോയിട്ടുള്ള നിർത്തിയിട്ടുള്ള അർജുനൻ എല്ലാവരെയും കണ്ടു. ആരെ മാത്രം കണ്ടില്ല? ശത്രുവിനെ മാത്രം കണ്ടില്ല. കണ്ടത് മുഴുവൻ ആരെയായിരുന്നു? ബന്ധുമിത്രാദികളെ. ആരെ കാണാനാണ് ആഗ്രഹിച്ചത്? ശത്രുക്കളെ. നോക്കണേ, വികലമായിട്ടുള്ള ദർശനം അല്ലെ. എന്തിനെയാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചത്? അത് കാണാൻ സാധിക്കില്ല. മറ്റുള്ള കാര്യങ്ങൾ, ഒരു അമ്പലത്തിൽ പോയാലോ സത്സംഗത്തിന് പോയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ പോയാലോ ഒക്കെ നമ്മൾ എന്താ കാണേണ്ടത്? നല്ലത് മാത്രം. പക്ഷെ നമ്മൾ കാണുന്നതോ ചീത്തയായത്. അവിടെ ശരിയായില്ല, അവിടെ കീർത്തനം പാടിയത് ശരിയായില്ല, പൂജ ചെയ്തത് ശരിയായില്ല, ആ മാതാജിയുടെ വസ്ത്രധാരണം ശരിയായില്ല, എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്ന പ്രഹസനം. ഇങ്ങനെ നമ്മുടെ കണ്ണുകൾ എപ്പോഴും വികലമായിട്ടുള്ള കാര്യങ്ങളാ കാണുള്ളൂ, നല്ലത് കാണില്ല, നമ്മൾ ആഗ്രഹിച്ചത് കാണില്ല. മറിച്ച് ആ ഭൗതികമായിട്ടുള്ള നേത്രങ്ങള് അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങള് ആ മായാ വ്യാമോഹം കൊണ്ട് നമ്മളെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോകും. ഭഗവാനെ കാണാനാ പോയത്, പക്ഷെ ഭഗവാനെ കാണാൻ പറ്റില്ല, വേറെ കാര്യങ്ങളാണ്. മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നോക്കി അവിടെ ഭഗവാന്റെ അടുത്ത് എത്തുമ്പോഴേക്കും 2 തള്ളു. അപ്പൊ പിന്നെ ഭഗവാനെ കാണാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ചിലപ്പോൾ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെയാണ്. വൈകുണ്ഠത്തിൽ പോയാൽ ഇതന്നെ സ്ഥിതി. നമ്മുടെ ഭഗവാന്റെ സേവനം ചെയ്യാനാണ് അങ്ങോട്ട് പോകുന്നത്. പക്ഷെ ഭഗവാന്റെ സേവനം ചെയ്യാൻ അവിടെ എത്തുമ്പോഴേക്കും ജയവിജയന്മാര് ചിലപ്പോൾ മതി കണ്ടതും മതി പോയിക്കോളൂ എന്ന് പറയും. അപ്പൊ അതിന്റെ ഒരു ട്രയലായിട്ട് കണക്കാക്കിയാൽ മതി നമ്മുടെ ക്ഷേത്രങ്ങളിലെ ഈ ഉന്തും തള്ളുമല്ല. ഇപ്രകാരം അർജുനൻ ഈ ബന്ധുമിത്രാദികളെയെല്ലാം കണ്ടപ്പോ മാത്രമല്ല ഭഗവാന്റെ ആ വാക്കുകള് ഹൃദയത്തില് അലയടിച്ചു. അലയോ കുന്തിപുത്ര, കൗന്ദേയ, പാർത്ഥ, നിന്റെ കുരുവംശജരായിട്ടുള്ള ആളുകളെയെല്ലാം നീ കണ്ടുകൊള്ളൂ. ഇനി ഒരിക്കലും അവരെ കാണുമെന്ന് തോന്നുന്നില്ല. ഈ ധർമ്മയുദ്ധത്തില് അവരെല്ലാം മരണപ്പെടുവാൻ പോകുകയാണ്. ഇതെല്ലാം കേട്ടതോടു കൂടിയിട്ട് എവിടെ നിന്നോ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് പതുക്കെ പതുക്കെ ദയ, കാരുണ്യം, വിഷാദം, നൈരാശ്യം അങ്ങനെയുള്ള അവസ്ഥകളെല്ലാം പതുക്കെ ആ പെരുവിരലിൽ കൂടി, കാലിൽ, പാദങ്ങളിൽ കൂടി അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടാണ് നമുക്ക് ഇനിയുള്ള ശ്ലോകങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. നോക്കൂ, ഒരു 10 മിനിറ്റ് മുന്നേ വരെ യാദവ, കൃഷ്ണ, അച്യുത, ഗോവിന്ദ, ആരാണ് എന്റെ ശത്രുക്കള്, അവരെയെല്ലാം എനിക്ക് കാണിച്ചു തരൂ, ആരെയാണ് ആദ്യം പൂശേണ്ടത് എന്നെല്ലാം ചോദിച്ച വില്ലാളി വീരനായിട്ടുള്ള മഹാരഥനായിട്ടുള്ള സർവ്വതിനും കഴിവുള്ള ആ ഒരു അർജുനൻ അതാ ഒരു മനോരോഗിയായിട്ട് മാറുവാൻ പോകുകയാണ്. നോക്കണേ, ഒരു മനുഷ്യന്റെ അവസ്ഥ എത്രത്തോളം. അർജുനൻ അങ്ങനെ പറ്റുമെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ ദുർഘടമായിട്ടുള്ള അവസ്ഥയില് മനസ്സിന് ശക്തിയെല്ലാം ചോർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ഊർജം നൽകുവാനായിട്ട്
ഒരു ഔഷധമുണ്ട്, ഒരു മരുന്നുണ്ട് എന്ന് നിങ്ങൾ എപ്പോഴും ആലോചിക്കുക. അത് വീട്ടിൽ സൂക്ഷിച്ചു വെക്കുക. ഒറ്റമൂലി എന്താണ്? ശ്രീമദ് ഭഗവത്ഗീത. താപത്രയ വിനാശായ, നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള ദുഃഖങ്ങളും ആദിഭൗതികമായിട്ടുള്ള ദുഃഖങ്ങളും ആദിദൈവികമായിട്ടുള്ള ദുഃഖങ്ങളും, കാരണം ഈ 3 ദുഃഖങ്ങൾ മാത്രമേ ലോകത്തിലുള്ളൂ. ഇപ്രകാരം താപത്രയങ്ങളെയെല്ലാം നശിപ്പിക്കുന്ന, 3-fold മിസറീസിനെ എല്ലാം നശിപ്പിക്കുന്ന ആ ഒരു ഔഷധം നമ്മുടെ വീട്ടിൽ എന്തായാലും ഉണ്ടായിരിക്കണം. നമ്മുടെ വീട്ടിൽ മാത്രം മതിയോ? അല്ല, ലോകത്തില് സകല വീട്ടിലും ഉണ്ടായിരിക്കണം. അല്ലെ? ചില ആളുകള് വായു ഗുളിക, അരിഷ്ടങ്ങള്, ആന്റിബയോട്ടിക്, പാരസെറ്റാമോള്, ഡോളോ, വിക്സ്, അല്ലെ, എന്ത് വന്നാലും വിക്സ് എടുത്തിട്ട് കണ്ണിലും മൂക്കിലും ചെവിയിലും എല്ലാ സ്ഥലത്തും തേക്കും. നല്ല ആശ്വാസം ഉണ്ടെന്ന് പറയും. എന്ത് വന്നാലും ഒരു പാരസെറ്റാമോള് കഴിച്ച് കിടന്നാൽ മതി, അങ്ങനെ പറയും കുട്ടികളോട്. അയ്യോ പല്ല് വേദന, ഉണ്ണി ഒരു പാരസെറ്റാമോള് കഴിച്ചോളൂ. അയ്യോ ചെവി വേദന, ഒരു പാരസെറ്റാമോള്. അങ്ങനെ നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ ഔഷധങ്ങളെല്ലാം നിങ്ങൾ സൂക്ഷിച്ചു വെക്കും. അതുപോലെ ജനത്തിന് ഹിതമായിട്ടുള്ള, ലോകത്തിന് മംഗളമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മരുന്നാണ് ഏത്? ദേവകീ പുത്രനാൽ പാടിയിട്ടുള്ള നമ്മുടെ ശ്രീമദ് ഭഗവത്ഗീത. അങ്ങനെ അർജുനൻ എല്ലാവരെയും നോക്കിക്കണ്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ്? ഇവിടെ ധൃതരാഷ്ട്ര മഹാരാജാവിന് വളരെയധികം അദ്ദേഹത്തിന്റെ മനസ്സിൽ ലഡു പൊട്ടി. യുദ്ധം ഇപ്പൊ നിൽക്കും, യുദ്ധം നിർത്താൻ പോകുകയാണ്, കഴിഞ്ഞു. കാരണം അർജുനന്റെ ബലത്തിന്മേലാണ് ഇവിടെ നമ്മുടെ യുധിഷ്ഠിരനും ഭീമസേനനും എല്ലാം യുദ്ധം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അർജുനൻ ഇല്ലെങ്കിൽ അവർ യുദ്ധം ചെയ്യോ? ഇല്ല. അതുപോലെ ഇനി യുദ്ധം നിർത്തുകയാണെന്ന് തോന്നിപ്പോയി ധൃതരാഷ്ട്ര മഹാരാജാവിന്. അദ്ദേഹത്തിന് ആവേശം വർദ്ധിച്ചു. സഞ്ജയ, എന്താണ് അവിടെ യുദ്ധകളത്തിൽ നടക്കുന്നത്? അർജുനൻ നിലം പതിച്ചു. സഞ്ജയൻ പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, താൻ സമീക്ഷസ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാ വിഷ്ടോ വിഷീധന്യതമബ്രവീത്. വിവർത്തനം, ട്രാൻസ്ലേഷൻ. ഇങ്ങനെ പലവിധത്തിലും തനിക്ക് ബന്ധുക്കളായുള്ളവരെ അവിടെ കണ്ടപ്പോൾ കരുണാഭരിതനായി തീർന്ന കുന്തിപുത്രനായ അർജുനൻ ഗോവിന്ദനോട് ഇപ്രകാരം പറഞ്ഞു. താൻ സമീക്ഷസ കൗന്ദേയ, അവിടെ നിൽക്കുന്ന എല്ലാവരെയും കണ്ടു, സമീപത്ത് നിൽക്കുന്ന എല്ലാവരെയും കണ്ടിട്ട്, അല്ലെ, കൗന്ദേയ, കുന്തിപുത്രനായ അർജുനൻ. സാധാരണക്കാരനല്ല. ആരാണ് കണ്ടത്? കുന്തിപുത്രനായിട്ടുള്ള അർജുനനാണ് കണ്ടത്. കൗന്ദേയ, നീ എന്റെ അമ്മായിയുടെ മകനാണ്, കുന്തിദേവിയുടെ മകനാണ്, സാധാരണ ഒരു സ്ത്രീയുടെ മകനല്ല. കാരണം ഇത്രയും ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു സ്ത്രീ വേറെയില്ല, ഇത്രയും ത്യാഗമനോഭാവമുള്ള ഒരു സ്ത്രീ വേറെയില്ല, ഭക്തിയുടെ നിറകുടമായിട്ടൊരു സ്ത്രീ വേറെയില്ല. അതാണ് കുന്തിദേവിയുടെ പ്രത്യേകത. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചെറുപ്പത്തിൽ തന്നെ സ്വന്തം മാതാപിതാക്കളുടെ സ്നേഹം നഷ്ടപ്പെട്ട് വളർത്തുപുത്രിയായിട്ട് ശൂരസേന മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് കുന്തിഭോജ മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോയി. സ്വന്തം അച്ഛനമ്മമാരെ ചെറുപ്പത്തിൽ തന്നെ പിരിയേണ്ടി വരുന്ന ഒരു അവസ്ഥ ആലോചിച്ചു നോക്കൂ. 5-6 വയസ്സിൽ വേറെ. വിവാഹത്തിന് മുന്നേ ദേവന്മാരുമായിട്ട്, അന്യപുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ഗർഭം സ്വീകരിക്കേണ്ടി വന്ന അവസ്ഥ. ഇനി അതിനെ കുട്ടിയെ വളർത്താൻ പറ്റുമോ? അതുമില്ല. അവനാണെങ്കിൽ മുന്നിൽ വളരുന്നു, പുത്ര എന്ന് വിളിക്കാൻ പറ്റണില്ല, ആശ്വസിപ്പിക്കാൻ പറ്റണില്ല, ലാളിക്കാനോ കൊഞ്ചിക്കാനോ പറ്റുന്നില്ല. മാത്രമല്ല സ്വന്തം പുത്രന്മാരുടെ ശത്രുവായിട്ട് ഭവിക്കുകയും ചെയ്തു. പറയാൻ പറ്റുമോ? ഇല്ല. ഒരു അമ്മയുടെ കഠിനമായിട്ടുള്ള വ്യവസ്ഥ, നിങ്ങൾ ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ശരി, വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് കുറച്ചു നാൾ കഴിയുമ്പോഴേക്കും വേറൊരു സ്ത്രീ അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതത്തിലേക്ക്, ദാമ്പത്യത്തിലേക്ക് നടന്നു വന്നു, അല്ലെ, മാദ്രി. അങ്ങനെ സ്നേഹം വിഭജിക്കപ്പെട്ടു. തനിക്കും 3 മക്കള്, അവർക്കും 2 മക്കള്. പക്ഷെ ദുരന്തം വന്നു. ഭർത്താവിനെ സ്പർശിക്കാൻ പറ്റില്ല, ദാമ്പത്യ സുഖം അനുഭവിക്കാൻ പറ്റില്ല, യൗവനത്തിൽ തന്നെ. ആലോചിച്ച് നോക്കൂ. ശരി, ഭർത്താവ് മരിച്ചു. ഭർത്താവിന്റെ കൂടെ സ്വർഗലോകത്തിലേക്ക് പോകാൻ, സതു അനുഷ്ഠിക്കാനെന്ന് വിചാരിച്ചു, അതും സാധിച്ചില്ല. മാദ്രി ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്തു. പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ ഗിരിശൃംഗത്തിൽ നിന്ന് ഹസ്തിനാപുരത്തിലേക്ക് വന്നു. ഇവിടെയാകട്ടെ വല്ല മനസമാധാനമുണ്ടോ? ഇല്ല. കൗരവാദികൾ സ്വന്തം പുത്രന്മാരെ എപ്പോഴും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച അമ്മയ്ക്ക് പറ്റോ? അതും സ്വന്തം പുത്രൻ തന്നെ അവരുടെ ശത്രുപക്ഷത്തിൽ നിന്നുകൊണ്ട് തന്റെ മറ്റുള്ള പുത്രന്മാരെ ഉപദ്രവിക്കുന്ന കാഴ്ച.
ഇങ്ങനെ ദുർഘടമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടെ പോയിട്ടുള്ള ഒരു സ്ത്രീയാണ് നമ്മുടെ കുന്തിദേവി. അങ്ങനെയുള്ള ഒരു കുന്തിദേവിയുടെ പുത്രനാണ് നീ അർജുന. കൗന്ദേയ, ഒരിക്കലും നിനക്ക് തന്നെ ഒരു മാനസികാവസ്ഥ വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്യുവാനും സാധിക്കണം. അതാണ് ഇവിടെ വേദവ്യാസ മഹർഷി കൗന്ദേയ എന്ന പദം കൊണ്ട് അഭിസംബോധന ചെയ്യുന്നത്. ഇങ്ങനെ തന്റെ കൂടെയുള്ള ആളുകളെയെല്ലാം കണ്ട്, അവിടെ നിരന്നിരിക്കുന്ന ആളുകളെയെല്ലാം കണ്ട് യുദ്ധം ചെയ്യാനായിട്ട് ഇച്ഛിച്ചു വന്നിട്ടുള്ള കാമാസക്തരായിട്ടുള്ള ആളുകളെയെല്ലാം കണ്ടു. സർവാൻ ബന്ധൂൻ, അവരെല്ലാം ബന്ധുമിത്രാദികളാണല്ലോ. ഒരു തരത്തില് ഗോവിന്ദൻ പറഞ്ഞത് ശരിയാ. ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തില് രണ്ട് സൈന്യത്തിലുള്ളവരും എന്റെ ബന്ധുമിത്രാദികളാണ്. അവസ്ഥിതാൻ, അവിടെ നിൽക്കുന്ന എല്ലാവരും, സർവാൻ, എല്ലാവരും, ഒരാള് പോലും ഇല്ല ശത്രുക്കള്. ഇതെന്താ, എനിക്ക് തെറ്റുപറ്റിയോ? അല്ലെ, ഞാൻ ശത്രുക്കളെ കാണുവാനും ശത്രുക്കളോട് കൂടിയിട്ട് യുദ്ധം ചെയ്യുവാനുമാണ് വന്നിരിക്കുന്നത്. പക്ഷെ വന്നിരിക്കുന്നവരെല്ലാവരും ബന്ധുമിത്രാദികളാണ്. ഞാൻ എപ്രകാരമാണ് അവരോട് യുദ്ധം ചെയ്യുക? കക്ഷിക്കറിയാൻ ഇത് ധർമ്മയുദ്ധമാണ്. അസ്മിൻ രണസമുദ്യമേ, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ആ ധർമ്മയുദ്ധത്തിൽ പങ്കെടുക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ധർമ്മയുദ്ധത്തിൽ പങ്കെടുക്കുവാനായിട്ട് ആ ഐശ്വര്യാദി സമ്പത്തും അതുപോലെ തന്നെ രാജ്യവും പദവിയും എല്ലാം ആഗ്രഹിച്ചു വന്നിട്ടുള്ള ആ കാമാസക്തനായിട്ടുള്ള ദുര്യോധനന്റെ പക്ഷം ചേർന്നുകൊണ്ട് അവനെ സന്തോഷിപ്പിക്കുവാനായിട്ട് വന്നിരിക്കുന്ന ആളുകളെ ഞാനൊന്ന് കാണട്ടെ, അതാണ് അർജുനൻ വിചാരിച്ചത്. പക്ഷെ കണ്ടതോ, ധർമ്മയുദ്ധത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള തന്റെ കുരുവംശജരായിട്ടുള്ള ബന്ധുമിത്രാദികളെ തന്നെ. എന്താ സംഭവിച്ചത്? കൃപയാ പരയാവിഷ്ട, പരമമായിട്ടുള്ള കൃപ, ദയ, കാരുണ്യം, അതെല്ലാം അദ്ദേഹത്തില് പതുക്കെ പതുക്കെ പടരുവാനായിട്ട്, പകർച്ചവ്യാധിയായിട്ട് ദേഹമാസകലം പടരുവാനായിട്ട് ആരംഭിച്ചു. ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിക്കുവാനായിട്ട്, ഇന്ദ്രിയങ്ങളില് അതെല്ലാം പടർന്നു കയറുവാനായിട്ട് ആരംഭിച്ചു. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ സാധിക്കാതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസഗതിയെല്ലാം ഉച്ചത്തിലായി. കണ്ണിൽ നിന്നെല്ലാം കണ്ണുനീര് വരാനായിട്ട് ആരംഭിച്ചു. മൂക്കിൽ നിന്നെല്ലാം ജലത്തുള്ളികൾ വീഴുവാനായിട്ട് ആരംഭിച്ചു. അവിടെ ശരീരം വിറയ്ക്കുവാനായിട്ട് ആരംഭിച്ചു. ഒന്നിനും തന്നെ ശക്തിയില്ലാതായി തീർന്നു. അതാണ് പരയാ ആവിഷ്ട, പരമമായത്, ചെറുതല്ല. ഇപ്പൊ ചിലപ്പോ നമുക്ക് ആരുടെയെങ്കിലും ഒരു മരണ വാർത്തയ്ക്കും കേട്ട് കഴിഞ്ഞാൽ നന്നായി, അത് എന്നെ കുറവ് ഉപദ്രവിച്ചതാ, അങ്ങനെ തന്നെ വേണം, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും കുറച്ചു നേരത്തേക്ക്. പക്ഷെ ഇവിടെ പരയാവിഷ്ട, പരമമായിട്ടുള്ള കൃപയാണ് വന്നിരിക്കുന്നത്. ഒരിക്കലും കുറച്ചു നേരത്തേക്കൊന്നും നശിക്കാത്ത, അവസാനിക്കാത്ത, വളരെ നേരം ദിവസങ്ങളോളോ വർഷങ്ങളോളോ നിൽക്കുന്ന, അല്ലെങ്കിൽ ശരീരമാസകലം പടർന്നു കയറിയിട്ടുള്ള ഇന്ദ്രിയങ്ങളെയെല്ലാം തപിപ്പിക്കുന്ന, ചൂടുപിടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് അർജുനൻ പോകുന്നത്. വിഷാദഗ്രസ്തനായി തീർന്നു അദ്ദേഹം. വളരെയധികം മനസ്സിന്റെ അവസ്ഥയെല്ലാം തെറ്റി ഏങ്ങലടിച്ചു കരയുവാനായിട്ട് ആരംഭിച്ചു. നെഞ്ചത്തടിച്ചു കരയുവാനായിട്ട് ആരംഭിച്ചു. കണ്ണിൽ നിന്നെല്ലാം ധാരധാരയായിട്ട് കണ്ണുനീർ വീഴാനായിട്ട് ആരംഭിച്ചു. മൂക്ക് ചീറ്റാനായിട്ട് ആരംഭിച്ചു. അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു അവസ്ഥ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. കൃപയാ പരയാവിഷ്ട, എന്നിട്ടോ വിഷീദൻ, വിഷാദത്തോട് കൂടിയിട്ട്, അത്യന്തം വിഷാദത്തോട് കൂടിയിട്ട്, വളരെയധികം വേദനയോട് കൂടിയിട്ട് ഇതം, ഇപ്രകാരമുള്ള വാക്കുകളെ ഗോവിന്ദനോട് അബ്രവീത്, പറഞ്ഞു. അലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ. ആരാ പറയണത്? നമ്മുടെ സഞ്ജയൻ, നമ്മുടെ സ്വന്തം ലേഖകൻ സഞ്ജയൻ പറയുകയാണ്, ധൃതരാഷ്ട്ര മഹാരാജാവേ, ഇപ്രകാരം സ്വന്തം ബന്ധുമിത്രാദികളെയെല്ലാം കണ്ട് അത്യന്തം വിഷാദഗ്രസ്തനായിട്ടുള്ള നമ്മുടെ അർജുനൻ ഉണ്ടല്ലോ, പാവം വില്ലാളി വീരൻ, നോക്കൂ, ചെറിയ കുട്ടികളെ പോലെ ഏങ്ങലടിച്ച് കരഞ്ഞ് മൂക്കെല്ലാം ചീറ്റി കണ്ണെല്ലാം തുടച്ച് അങ്ങനെ കണ്ണിലെല്ലാം ഇങ്ങനെ അശ്രുഭരിതനായിട്ട് തീർന്ന അദ്ദേഹം വളരെയധികം ഇങ്ങനെ, കുട്ടികൾ അടിച്ചു കഴിഞ്ഞാൽ പറയില്ലേ, എനിക്ക് അത് കിണ്ടർ ചായ വേണം, എനിക്ക് അത് വേണം, എനിക്ക് പെൻസിൽ വേണം, എനിക്ക് അത് വേണം, വാശി പിടിക്കുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ? അതുപോലെ ശബ്ദമെല്ലാം മുറിഞ്ഞ് ഗദ്ഗദത്തോടു കൂടിയിട്ട്, വാക്കുകളൊന്നും വ്യക്തമായിട്ട് പുറത്തേക്ക് വരാത്ത രീതിയില് അത്യന്തം വിഷാദഗ്രസ്തനായിട്ട് വളരെ ഇടറിയ സ്വരത്തില്, വളരെ ചെറിയ സ്വരത്തില് നമ്മുടെ ഗോവിന്ദനോട് പറയാനായിട്ട് ആരംഭിച്ചു. എന്താ പറഞ്ഞത്? അതാണ് അടുത്ത ശ്ലോകത്തില്. അർജുന ഉവാച. ചില പുസ്തകങ്ങളിൽ ഇതില്ല, അർജുന ഉവാച ഇല്ല. കാരണം ഗോവിന്ദനോട് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ആരാ ഉള്ളത്? അവിടെ ആരുമില്ല, അർജുനൻ തന്നെയാണ്. ചില പുസ്തകങ്ങളിൽ അത് കാണാൻ സാധിക്കില്ല. അർജുന ഉവാച, വിലാളി വീരനായിട്ടുള്ള നമ്മുടെ അർജുനൻ
നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യുജുത്സും സമുപസ്ഥിതം സീധന്തി മമ ഘാത്രാണി മുഖം ചാപരിശുഷ്യതേ. വിവർത്തനം, ട്രാൻസ്ലേഷൻ. അർജുനൻ പറഞ്ഞു, അല്ലയോ ഗോവിന്ദ, യുദ്ധത്തിനൊരുങ്ങി വന്നിട്ടുള്ള ഈ ബന്ധുമിത്രാദികളെ കണ്ടിട്ട് എന്റെ അവയവങ്ങളെല്ലാം തളരുന്നു, മുഖം വരളുന്നു. ഈ ശ്ലോകത്തിന്റെ ആശയവിശദീകരണം, ഭാവാർത്ഥം, പർപ്പട്ട്. ഭാവാർത്ഥം എഴുതിയ അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. നിർവാജ്യമായ ഭഗവത് ഭക്തിയുള്ള ഏതൊരാളിലും ദിവ്യന്മാർക്കും ദേവന്മാർക്കുമുള്ള സർവഗുണങ്ങളും ഉണ്ടായിരിക്കും. ഭക്തിയില്ലാത്തവർക്കാകട്ടെ വിദ്യാഭ്യാസം കൊണ്ടും സംസ്കാരം കൊണ്ടും ഭൗതികമായി ഉന്നത പദവിയിലിരുന്നാലും ശരി അത്തരം ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. അർജുനൻ തന്റെ യുദ്ധോത്സുകരായ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും രണാങ്കണത്തിൽ കണ്ടയുടനെ സഹതാപപരവശനായി തീരുന്നു. തനിക്ക് വേണ്ടി പൊരുതുന്നവരെ കുറിച്ച് അദ്ദേഹത്തിന് തുടക്കത്തിലെ അനുകമ്പയുണ്ടായിരുന്നു. ഇപ്പോൾ മറുപക്ഷത്തിലുള്ളവരെ കുറിച്ചും. അവർക്കെല്ലാം മരണമടുത്തതോർത്ത് അദ്ദേഹത്തിന് വളരെയധികം സഹതാപം തോന്നി. അദ്ദേഹത്തിന്റെ അവയവങ്ങളെല്ലാം തളരുകയും വായ് വരണ്ടുപോകുകയും ചെയ്തു. അവരുടെ സമരവീര്യം കണ്ട് അദ്ദേഹം അമ്പരന്നു. രക്തബന്ധമുള്ള ആ വംശജർ മുഴുവനും തന്നോട് യുദ്ധത്തിനൊരുങ്ങി നിൽക്കുകയാണ്. ഇതാണ് അർജുനനെ പോലെ ദയാലുവായ ഒരു ഭക്തന് സംഭ്രമം ഉളവാക്കിയത്. ഇവിടെ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി അർജുനന്റെ അംഗങ്ങളെല്ലാം തളരുകയും വായ് വരളുകയും മാത്രമല്ല, സഹതാപാധിക്യത്തിൽ അദ്ദേഹം കരയുകയും ചെയ്തു എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. അർജുനനിൽ ഈ പ്രതികരണങ്ങൾ ഉണ്ടായത് ദൗർബല്യം കൊണ്ടല്ല, മൃദുല ഹൃദയത്വം കൊണ്ടാണ്. ശുദ്ധനായ ഒരു ഭഗവത് ഭക്തനിൽ സ്വാഭാവികവുമാണിത്. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിന്റെ 5-ാം സ്കന്ധത്തിലെ 18-ാം അധ്യായത്തിലെ 12-ാം ശ്ലോകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: യസ്യാസ്തി ഭക്തിർ ഭഗവത്യ കിഞ്ചന സർവേർ ഗുണൈസ്തത്ര സമാസദേ സുരാഹ ഹരാവ ഭക്തസ്യ കുതോ മഹത് ഗുണാ മനോരഥനാ സതി ധാവതോ ബഹിഃ. പരമദിവ്യോത്തമ പുരുഷനിൽ അചഞ്ചലമായ വിശ്വാസമുള്ളവന് ദേവന്മാരുടെ ഗുണങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ ഭഗവത് ഭക്തനല്ലാത്ത ഒരാൾക്ക് വില കുറഞ്ഞ ഭൗതിക ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. അയാൾ മാനസിക മേഖലകളിലൂടെ അലഞ്ഞു തിരിയുന്നത് കൊണ്ട് എങ്ങുമെത്താതെ വെട്ടിത്തിളങ്ങുന്ന ഭൗതിക ശക്തിയാൽ ആകൃഷ്ടനായി പോകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇപ്രകാരം തന്റെ അവസ്ഥയെ കുറിച്ച്, തനിക്ക് വന്നു ചേർന്നിട്ടുള്ള ആ ദുരിതത്തെ കുറിച്ച്, മാനസിക അവസ്ഥയെ കുറിച്ച് വളരെയധികം കരഞ്ഞുകൊണ്ട് വിഷാദഗ്രസ്തനായിട്ട് നമ്മുടെ ഗോവിന്ദനോട് പറയുകയാണ്. ദൃഷ്ടേമം സ്വജനം കൃഷ്ണ, അല്ലയോ കൃഷ്ണ സർവാകർഷക, എനിക്ക് ഈ ഇവിടെ നിൽക്കുന്ന സ്വജനങ്ങളെയെല്ലാം കണ്ടിട്ട്, അവരെയെല്ലാം വീക്ഷിച്ചിട്ട് എന്തിനാണ് വന്നിരിക്കുന്നത്? യുജുത്സും സമുപസ്ഥിതം. യുജുത്സും, യുദ്ധം ചെയ്യാനായിട്ട് ഇച്ഛിക്കുന്നവരായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ യുജുത്സു എന്ന് പറഞ്ഞ ആരാണ്? ധൃതരാഷ്ട്ര മഹാരാജാവിന് ഗാന്ധാരിയെ കൂടാതെ വേറൊരു സ്ത്രീയെയും വിവാഹം കഴിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഭാര്യയായിട്ട് സ്വീകരിക്കേണ്ടി വന്നു. ഒരു വൈശ്യ സ്ത്രീയെ പ്രസവം നോക്കാൻ വന്നതാണ്. അങ്ങനെ പ്രസവം നോക്കിയിട്ട് വളരെയധികം ദീർഘമായിട്ടൊരു ഗർഭകാലമായിരുന്നു ഗാന്ധാരിയുടേത്. അപ്പോ ശാരീരിക ബന്ധവുമെല്ലാം വേണം ഒരു ക്ഷത്രിയ മഹാരാജാവിന്. അപ്പൊ അതുകൊണ്ട് അന്യ സ്ത്രീകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധാരി തന്നെ തന്റെ പിതാവിനോട് പറഞ്ഞിട്ട്, സുബല രാജാവിനോട് പറഞ്ഞിട്ട് അവിടെ ഗാന്ധാര ദേശം, ഇന്നത്തെ കാണ്ഡഹാർ, അഫ്ഗാനിസ്ഥാൻ, അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അങ്ങനെ തന്റെ കാര്യങ്ങളെല്ലാം നോക്കുകയും ചെയ്യാം, ഭർത്താവിനെ സംരക്ഷിക്കുകയും ചെയ്യാം, ശുശ്രൂഷിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സ്വമനസാലെ തന്റെ ഭർത്താവിനോട് അങ്ങനെ ബന്ധത്തിൽ ഏർപ്പെടാൻ പറയുകയും അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുകയും ചെയ്തു. യുജുത്സു. അങ്ങനെയുള്ള യുജുത്സുവും ഈ യുദ്ധത്തിൽ വന്നിട്ടുണ്ട്. നോക്കൂ, വേദവ്യാസ മഹർഷി ചെറിയ വാക്കുകളെ കൊണ്ട് വളരെ ഗഹനമായിട്ടുള്ള അർത്ഥങ്ങളാണ് പറയുന്നത്. എല്ലാവരും വന്നിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും യുജുത്സു വന്നിട്ടില്ലേ? അവൻ വൈശ്യനല്ലേ? അല്ല, ഇവിടെ ധൃതരാഷ്ട്ര അമ്മ വൈശ്യ സ്ത്രീയാണ്, പക്ഷെ അച്ഛൻ ക്ഷത്രിയനാണ്. അപ്പൊ അതുകൊണ്ട് അച്ഛന്റെ പദവി ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അവനും വന്നിട്ടുണ്ട്, നല്ല കുട്ടിയാണ്. പ്രത്യേകിച്ച് പാണ്ഡവരോടൊക്കെയും ഒരു എപ്പോഴും അഭ്യുദയകാംക്ഷയായിട്ട് നിൽക്കുന്നവനാണ്. ദുര്യോധനോടും ദുശാസനോടും അത്ര താല്പര്യമില്ല. എന്നിരുന്നാലും അദ്ദേഹവും യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. യുജുത്സും സമുപസ്ഥിതം. അങ്ങനെ അദ്ദേഹവും മനസ്സോടെ യുദ്ധത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ തന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ദുര്യോധനന്റെ ഹിതം ആഗ്രഹിച്ചുകൊണ്ട് സമാന തൂവൽ പക്ഷികൾ എന്ന പോലെ അവരും വന്നിരിക്കുന്നു. യുദ്ധക്കുതിയന്മാരായിട്ട് അധികാരങ്ങളെല്ലാം പിടിച്ചു പറ്റുവാനായിട്ട് ഈ ധർമ്മയുദ്ധത്തില് അവരും പങ്കെടുത്തിട്ടുണ്ട്. അവരെല്ലാവരും എന്റെ ബന്ധുമിത്രാദികളാണല്ലോ അർജുന. ഈ യുജുത്സും എന്റെ ബന്ധുമിത്രാദികൾ തന്നെയാണ്. അത് പറയാനാണ് ഇവിടെ വേദവ്യാസ മഹർഷി ആഗ്രഹിച്ചത്. അദ്ദേഹവും വന്നിട്ടുണ്ട്. അവരെയെല്ലാം കണ്ടിട്ട് സീധന്തി മമഗാത്രാണി, മമഗാത്രം,
എന്റെ ശരീരമെല്ലാം സീതന്തി തളർന്നു തുടങ്ങിയിരിക്കുന്നു. അല്ലെ, കുറെ ദൂരം നടന്നു കഴിഞ്ഞാൽ, കുറെ ദൂരം നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അകാരണമായിട്ടുള്ള ഭയം വന്നു കഴിഞ്ഞാൽ, ആശങ്കകളെല്ലാം വന്നു കഴിഞ്ഞാൽ, ദുഃഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തളരും. അല്ലെ, അങ്ങനെയാണ്. കാരണം തലച്ചോറിന് കൂടുതൽ രക്തം ആവശ്യമുണ്ട്. ഭക്ഷണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആലസ്യം, പ്രമാദക്യം വരും. ഒന്ന് കിടന്നാൽ നന്നായിരുന്നു, ഒന്ന് നടുനിവർത്തിയാൽ നന്നായിരുന്നു, കുറച്ചു നേരം വിശ്രമിച്ച ഒരു 10 മിനിറ്റ്. എന്താ കാരണം? നമ്മുടെ ശരീരത്തിലെ ആ രക്തമെല്ലാം ആ ദഹനത്തിന് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ തലച്ചോറിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു രക്തത്തിന്റെ ഒരു കുറവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു അവസ്ഥ സംജാതമാക്കും. അതുപോലെയാണ് ഭയം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും പെട്ടെന്ന് തന്നെ തലച്ചോറിലത്തെ രക്തമെല്ലാം പല പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു തളർച്ച അനുഭവപ്പെടും. അതുകൊണ്ട് സീതന്തി മമഗാത്രാണി, എന്റെ ശരീരമെല്ലാം തളർന്നു തുടങ്ങിയിരിക്കുന്നു ഗോവിന്ദ അച്യുത. മാത്രമല്ല മുഖം ച പരിശുഷ്യതി, എന്റെ മുഖം, എന്റെ വായ തുടങ്ങിയിട്ടുള്ള അവയവങ്ങളെല്ലാം, മുഖത്ത് കാണുന്ന സകലതും, കണ്ണും മൂക്കും വായയുമെല്ലാം വരണ്ടു തുടങ്ങിയിരിക്കുന്നു. വെള്ളമെല്ലാം വറ്റിപ്പോകുന്ന ഒരു അവസ്ഥ. അല്ലെ, ഭയം വരുന്ന സമയത്ത്, ദുഃഖം വരുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും. നമ്മുടെ വായിലെ വെള്ളം വറ്റിപ്പോവും, ഒന്നും പറയാൻ പറ്റില്ല, ശബ്ദമെല്ലാം ഇടറും. കേൾക്കാൻ പറ്റില്ല, നമുക്ക് എനിക്കൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ കാരണം? വെള്ളത്തിന്റെ അംശം കുറയുന്ന സമയത്ത്. അപ്പൊ ഇതെല്ലാം ദുഃഖം വരുന്ന സമയത്തും അതുപോലെ തന്നെ ദേഷ്യം വരുന്ന സമയത്ത് ശബ്ദമെല്ലാം ഉച്ചത്തിലാവും. വായ വരളു പോകുന്നു, വിറയ്ക്കും, കണ്ണെല്ലാം ചുവക്കുന്നു, ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടാവും. ഇത് മാനസികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വരുന്ന സമയത്താണ്. ശരി, ആധ്യാത്മികമായിട്ട് ചിലപ്പോൾ സന്തോഷാധിക്യം കൊണ്ടേക്കും വരും ഈ ഒരു അവസ്ഥ, ഇല്ല എന്ന് പറയണില്ല. പക്ഷെ ഇവിടെ അർജുനൻ ഉണ്ടായത് എന്താണ്? ആ ഭൗതികമായിട്ടുള്ള വികാര തള്ളിച്ച, മനസ്സിന്റെ വികാര തള്ളിച്ചയാണ് ഇവിടെ 5-6 ശ്ലോകങ്ങളില് അദ്ദേഹം തന്നെ പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മനോരോഗ വിദഗ്ധന്മാര് എപ്രകാരമാണ് മനസ്സിന്റെ തള്ളിച്ച ഉണ്ടാകുന്നത്, എപ്രകാരം സദ്ഗുണങ്ങളെല്ലാം നിറഞ്ഞ ഒരു മനുഷ്യൻ എപ്രകാരമാണ് മനോരോഗിയായിട്ട് തീരുന്നത്, അതിന്റെ ലക്ഷണങ്ങളാണ്. ഇന്ന് കാലത്തോ അല്ലെങ്കിൽ ഇന്നലേക്ക് വലിയൊരു വാർത്ത കേട്ടിട്ടുണ്ടായിരിക്കും. 1500 കോടി ആസ്തിയുള്ള നമ്മുടെ കോൺഫിഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ 10 നിലയും 20 നിലയും 30 നിലയും അങ്ങനത്തെ 100 കണക്കിന് കെട്ടിടങ്ങളെല്ലാം നിർമ്മിച്ചിട്ടുള്ള ഒരു വ്യക്തി സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്തു, മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാതെ. കുറച്ച് ആൾക്കാർ വന്ന് ചോദ്യം ചെയ്തു, നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ് എന്താ, നിങ്ങൾ ആരോഗ്യമായിട്ടുള്ള ബന്ധം, നിങ്ങൾക്ക് വല്ല ബിനാമികളുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്വത്തല്ല എവിടെ നിന്ന് കിട്ടിയത്, നിങ്ങൾക്ക് നോക്കുമ്പോ അത്ര വലിയ ഒരു ആസ്തി ഒന്നും കാണുന്നില്ലല്ലോ, ഇതൊക്കെ എവിടെ നിന്നാ കിട്ടിയത്, വല്ല രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ബന്ധമുള്ളോ? ഇങ്ങനെ 5-6 ചോദ്യങ്ങളെ ചോദിച്ചുള്ളൂ. ED വന്നിട്ട് പെട്ടുപോയി അദ്ദേഹം. മനസ്സിന്റെ അവസ്ഥ തെറ്റി, താൻ അപമാനിക്കപ്പെടുന്നു. സമൂഹത്തില് എന്റെ പേരും പ്രശസ്തിയും എല്ലാം പോകും, എന്റെ കള്ളത്തരങ്ങളെല്ലാം പിടിക്കപ്പെടും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പാവം പോയി. ഇനി കാര്യമില്ല, ഇനി വേറൊരു ഇതില്ല, ഇനി ജീവിച്ചിരുന്നിട്ട് ഒരു പ്രയോജനമില്ല. നോക്കണേ, മനുഷ്യന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ. ഇതുപോലെ പല പല കാര്യങ്ങൾ കാണാം. ഇദ്ദേഹത്തിന്റെ അവസ്ഥയല്ല. ഒരു വ്യാപാരി ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത് അവിടുത്തെ കൗൺസിലറും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ആത്മഹത്യ ചെയ്തു. മനുഷ്യന്റെ മനസ്സിന്റെ അവസ്ഥ ഇതാണ്, കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ. നമ്മൾ വലിയ വിചാരിക്കും, അതൊക്കെ അവർക്കാ പറ്റുള്ളൂ, എനിക്കൊന്നും സംഭവിക്കില്ല. അടുത്തത് നിങ്ങളായിരിക്കും, നമ്മളായിരിക്കും. അതാണ് മനസ്സിന്റെ അവസ്ഥ, അങ്ങനെയാണ്. അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുവാൻ മനനാത്രായതേതി മന്ത്രഹ, മന്ത്രങ്ങള് ദിവസവും ചൊല്ലുന്ന ഒരു വ്യക്തിക്ക് മന്ത്രം കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും. അതാണ് മന്ത്രത്തിന്റെ ഏറ്റവും വലിയ. ആളുകൾ വിചാരിക്കും, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കാലത്തിട്ടുണ്ട്, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, വേറെ പണിയൊന്നുമില്ല, നിങ്ങൾക്ക് ജോലി ചെയ്തുകൂടെ, അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ചെയ്തുകൂടെ, ഇങ്ങനെ കാലത്ത് എഴുന്നേറ്റ് ഇങ്ങനെ ചെയ്ത. സുഹൃത്തെ, മനസ്സിനെ നിയന്ത്രിക്കുവാനുള്ള ഒരു ഔഷധമാണ്. നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങൾക്ക് ശുദ്ധീകരിക്കാനായിട്ട് സാധിക്കും, സോപ്പോ അല്ലെങ്കിൽ ഷാമ്പോ മറ്റു സാധനങ്ങൾ ഇട്ടിട്ട്. നിങ്ങളുടെ വസ്ത്രങ്ങളെ ശുദ്ധീകരിക്കുവാനായിട്ട് സാധിക്കും. പക്ഷെ നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും ബലപ്പെടുത്താനും ഔഷധങ്ങളില്ല. മനസ്സിന് വേണമെങ്കിൽ വേറെ വല്ല ചവനപ്രാശമോ അല്ലെങ്കിൽ വേറെ വല്ല ടോണിക്കുകളോ അതൊക്കെ കഴിച്ച് നമുക്ക് ദൃഢപ്പെടുത്താനായിട്ട് സാധിക്കും. മനസ്സിനെ ദൃഢപ്പെടുത്താൻ എങ്ങനെ സാധിക്കും? മന്ത്രം കൊണ്ട്, ഹരേ കൃഷ്ണ മഹാമന്ത്രം കൊണ്ട്. നോക്കൂ, അതാണ് ആചാര്യന്മാർ കണ്ടുപിടിച്ച സൂത്രം. കാരണം മനസ്സിനെ സംരക്ഷിക്കുവാനും മനസ്സിനെ നിയന്ത്രിക്കുവാനും മനസ്സിനെ ബലപ്പെടുത്തുവാനും നമ്മുടെ വേദമന്ത്രങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ഹരേ കൃഷ്ണ മഹാമന്ത്രം കൊണ്ട് മാത്രമേ സാധിക്കൂ. വേറെ ഉപായങ്ങളൊന്നും തന്നെ ഇല്ല, കലികാലത്തിൽ പ്രത്യേകിച്ചും. അതുകൊണ്ട് എല്ലാവരും ജപത്തിലും സ്വാധ്യായത്തിലും എല്ലാ സംഹിതകളിലും എല്ലാത്തിലും ഒരു ശ്രദ്ധ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. ഇതാണ് അർജുനൻ അതാ പറ്റിയത്. നോക്കൂ, വീരശൂര പരാക്രമിയായിട്ടുള്ള മഹാരഥനായ എല്ലാവരെയും തോൽപ്പിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ്.
എന്നിട്ടും ഇവിടെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എൻ്റെ ശരീരമെല്ലാം തളരുന്നു, എൻ്റെ മുഖമെല്ലാം വരണ്ടു പോകുന്നു, എൻ്റെ നാവെല്ലാം വറ്റി വരണ്ടിരിക്കുന്നു, എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. വീണ്ടും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുക. എന്താ പോകുന്നത്? വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവം ശംസദേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ. വിവർത്തനം: അല്ലയോ കൃഷ്ണ, എന്റെ ശരീരം വിറയ്ക്കുന്നു, രോമാഞ്ചമുണ്ടാവുകയും ചെയ്യുന്നു, എന്റെ ധനുസ് ഗാണ്ഡീവം എന്റെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നു, എന്റെ തൊലിയെല്ലാം ചുട്ടുനീറുന്നു. ഭാവാർത്ഥം, ആശയവിശദീകരണം, പർപ്പട്ട്: ശരീരത്തിന് വിറയലും രോമാഞ്ചവും രണ്ട് കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ആധ്യാത്മികമായിട്ടുള്ള ആനന്ദ അനുഭൂതി കൊണ്ടും ഭൗതിക സാഹചര്യങ്ങളിൽ നിന്നുളവാകുന്ന ഭയം കൊണ്ടും. അതീന്ദ്രിയ സാക്ഷാത്കാരം എന്നതിൽ അവയുണ്ടായത് ഭൗതികമായിട്ടുള്ള ഭയം, മൃത്യുഭയം കൊണ്ട് തന്നെയാണ്. ഗാണ്ഡീവം എന്ന തന്റെ പ്രശസ്തമായ ധനുസ് കയ്യിൽ നിന്നും ഊർന്നു വീഴുന്നതും ഹൃദയത്തിലെ നീറ്റൽ തൊലി പുറത്ത് അനുഭവപ്പെടുന്നതും അദ്ദേഹത്തിനുണ്ടായ അസ്വസ്ഥതയുടെ മറ്റു ലക്ഷണങ്ങളാണ്. ഇവയെല്ലാം ജീവിതത്തെ കുറിച്ചുള്ള ഭൗതിക ചിന്താഗതികൾ മൂലം ഉണ്ടാകുന്നവയാണ്. അർജുനന്റെ വിഷാദസ്ഥിതിയെ ഒരു 3-4 ശ്ലോകങ്ങളെ കൊണ്ട് ഇവിടെ വിശദമായിട്ട് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അവസ്ഥകൾ പതുക്കെ പതുക്കെ ക്രമപ്രകാരമായിട്ട്, ശാരീരികമായിട്ടുള്ള അവസ്ഥകൾ, മാനസികമായിട്ടുള്ള അവസ്ഥകൾ, ചിന്താപരമായിട്ടുള്ള അവസ്ഥകൾ, അങ്ങനെ 3 തലത്തില് നമ്മളെ ആ ബോഡി, മൈൻഡ്, ഇന്റലക്റ്റല് ആ തലത്തിലേക്ക് കൊണ്ടുപോകുകയാണ് വേദവ്യാസ മഹർഷി ഇനി ചെയ്യാൻ പോകുന്നത്. വളരെ ക്രമപ്രകാരമായിട്ട് അടുക്കും ചിട്ടയോടും കൂടിയിട്ടാണ് കേട്ടോ. ശാസ്ത്രീയമായിട്ടുള്ള ഒരു തത്വാവലോകനമാണ് ഇനി ചെയ്യാൻ പോകുന്നത്. വേപതുശ്ച ശരീരേമേ, അല്ലയോ കൃഷ്ണ, ഗോവിന്ദ, അച്യുത, വേപതുശ്ച ശരീരേമേ, എന്റെ ശരീരം ഇങ്ങനെ വിറയ്ക്കാൻ ആരംഭിക്കുന്നു, വെളിച്ചപ്പാടിനെ പോലെ, അല്ലെ? അങ്ങനെ ആ കോമരത്തെ പോലെ എന്റെ ശരീരമെല്ലാം വിറയ്ക്കാനായിട്ട് ആരംഭിച്ചു. കാരണം എന്താണ്? ശരീരം തളർന്നു തുടങ്ങിയിരിക്കുന്നു, കാലുകളെല്ലാം അദ്ദേഹത്തിന് ബലം കുറഞ്ഞു വന്നു. അപ്പൊ എന്താ സംഭവിക്കുക? ശരീരത്തിന് വിറയൽ ആരംഭിക്കും. രോമഹർഷശ്ച ജായതേ, രോമാഞ്ചമുണ്ടാകുന്നു. ഇങ്ങനെ രോമാഞ്ചമുണ്ടാകും, ഒരു കുളിര് വരും നമുക്ക്, അല്ലെ? പനിയുള്ള സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ കുളി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്തൊക്കെ ഉണ്ടാവില്ലേ, നമുക്ക് ഫാനൊക്കെ ഇടുമ്പോൾ കുളിരുണ്ടാവും, നമുക്ക് രോമാഞ്ചമുണ്ടാവും. എനിക്ക് രോമാഞ്ചമുണ്ടാകുന്നു. ഗാണ്ഡീവം ശംസദേ ഹസ്താത്, ഗാണ്ഡീവം എന്നറിയപ്പെടുന്ന ആ മഹാധനുസ്, ദിവ്യമായിട്ടുള്ള എന്റെ പണിയായുധം, എന്റെ വില്ലുണ്ടല്ലോ, എന്റെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നു. അത് പിടിക്കാൻ പോലും എനിക്ക് ശക്തിയില്ലാതായി, ത്രാണിയില്ലാതായി. മാത്രമല്ല ത്വക്ചൈവ പരിദഹ്യതേ, എന്റെ തൊലിയെല്ലാം, ശരീരമെല്ലാം ചുട്ടുനീറുന്നു, പൊള്ളുന്നു. പനി വരുമ്പോ, അല്ലെ, 100 ഡിഗ്രി 105 ഡിഗ്രി സെന്റിഗ്രേഡിൽ പനി വരുന്ന സമയത്ത്, അല്ല, തൊട്ട വഴിക്കുന്ന അയ്യോ നല്ല ചൂടുണ്ടല്ലോ കുട്ടിക്ക് എന്നൊക്കെ പറയും. അതുപോലെ ഇവിടെ അർജുനന് ത്വക്ചൈവ പരിദഹ്യതേ, തൊലിയെല്ലാം ചുട്ടുനീറുന്നു, നെറ്റിയും കവിളും ശരീരത്തിലൊന്നും തൊടാൻ പറ്റാത്ത അവസ്ഥ. ഒരു ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ചായ ഉണ്ടാക്കാം, അത്രയ്ക്കും ചൂട് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാം ഭൗതികമായിട്ടുള്ള അനുഭൂതി കൊണ്ടാണോ, ആധ്യാത്മികമായിട്ടുള്ള അനുഭൂതി കൊണ്ടാണോ? ഭൗതികമായിട്ടുള്ള അനുഭൂതി കൊണ്ട്. 2 തരത്തിൽ ഇതൊക്കെ വരും കേട്ടോ നമുക്ക് നമ്മുടെ ജീവിതത്തില്, അല്ല? ഈ കണ്ടിട്ടില്ലേ, ഈ ചോട്ടാനിക്കര, കൊടുങ്ങല്ലൂര്, അല്ലെങ്കിൽ പാറമേക്കാവിലേക്കും പോയി കഴിഞ്ഞെന്ന് വെച്ചാൽ ഇങ്ങനെ അവിടെ അമ്മേ നാരായണ, ദേവി നാരായണ, അപ്പൊ അടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ, അല്ല, അല്ലെങ്കിൽ ചിന്തു പാട്ടുകള്, അല്ലെങ്കിൽ നിങ്ങളുടെ അവിടെ അയ്യപ്പൻ വിളക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ ആടിത്തുടങ്ങും. വേപതുശ്ച ശരീരമേ, എന്റെ ശരീരം വിറച്ചു തുടങ്ങിയിരിക്കുന്നു, അല്ലെ? കോമരങ്ങള്, അയ്യപ്പൻ വിളക്കിനെ തുള്ളുന്ന ആളുകള്, അല്ലെ, വാളും ഇതൊക്കെ എടുത്തിട്ട്. അപ്പൊ അതെന്താണ്? ആധ്യാത്മികമായിട്ടുള്ള അവസ്ഥ. നമ്മൾ വെറുതെ കിടന്ന് തുള്ളുന്നത് എന്താണ്? ദേഷ്യം വരുമ്പോ കിടന്ന് തുള്ളും. കണ്ടോ അച്ഛൻ തുള്ളുന്നത് കണ്ടോ, ദേഷ്യം വന്നിട്ട് അവര് അങ്ങനെയൊക്കെ പറയും. അതെന്താണ്? ഭൗതികമായത്. അപ്പൊ 2 തരത്തിലുണ്ട് ഇവിടെ. ഇവിടെ അർജുനന് വന്നിരിക്കുന്നത് ഏത് തലമാണ്? ഭൗതികമായിട്ടുള്ള തലം. മനസ്സിലാക്കണേ. അത് ശരി, വ്യക്തിയൊക്കെ ആധ്യാത്മിക വ്യക്തിയാണ്, നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? ഭൗതികമായിട്ടുള്ള ഒരു മനസ്സിന്റെ തള്ളിച്ചയിലാണ്, വികാരങ്ങളുടെ തള്ളിച്ചയിലാണ് അദ്ദേഹം പോകുന്നത്. ആ ഒരു അവസ്ഥ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. രോമഹർഷശ്ച, രോമാഞ്ചം ഉണ്ടാവും, നമുക്കും ഉണ്ടാവും. എപ്പോഴാണെന്നറിയോ? നമ്മുടെ കളവ് പിടിക്കപ്പെടുമ്പോൾ, അല്ലെ? നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഇത് പിടിക്കപ്പെടും, ഇത് ചെയ്യുന്നത് അധർമ്മമാണ്, അസത്യമാണ്, ഇത് ധർമ്മത്തിന് വിരുദ്ധമാണെന്നുള്ളൊരു ചിന്തയ്ക്ക് നിങ്ങളുടെ ഇതുണ്ടാവുമ്പോ നിങ്ങൾക്ക് ഈ രോമാഞ്ചം ഉണ്ടാവും. ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ, ഈ കുളിര് വരും നിങ്ങൾക്ക്. പെട്ടെന്ന് നിങ്ങൾ ചെയ്യുന്ന ഒരു കള്ളത്തരം പെട്ടെന്ന് ആരെങ്കിലും കാണുകയും വിളിച്ചു പറയുകയും ചെയ്യുന്ന സമയത്ത്
നിങ്ങൾ ഒളിച്ചിരിക്കുമ്പോൾ നിങ്ങളെ കണ്ടുപിടിക്കുന്ന സമയത്ത് ഭൗതികമായിട്ട്. ഇനി ആധ്യാത്മികമായിട്ട് ആ തിരുനടയിലെല്ലാം നിൽക്കുന്നു, അല്ലെങ്കിൽ ആൾട്ടറിന്റെ മുന്നിൽ നിങ്ങൾ നിൽക്കുന്നു, വാദ്യഘോഷങ്ങള്, ശംഖുവിളികള്, മണിനാദങ്ങള്, പൂജാരിമാരുടെയും പണ്ഡിതന്മാരുടെയും എല്ലാം ആ സൂക്തങ്ങള്, ആലാപനങ്ങള്. ആ സമയത്ത് അതാ ശ്രീകോവിലിന്റെ നട തുറന്നു, അല്ലെ? അങ്ങനെ സർവാഭരണ വിഭൂഷിതയായിട്ടുള്ള ദേവിയെയോ ഭഗവാനെയോ അല്ലെങ്കിൽ മറ്റു അവതാരങ്ങളെയോ എന്തെങ്കിലും കാണുന്ന സമയത്ത്, നമ്മുടെ ഗുരുവിനെ കാണുന്ന സമയത്ത്, ഇഷ്ടമുള്ള ആളുകളെ കാണുന്ന സമയത്ത്, നിങ്ങളുടെ കാമുകനെയോ കാമുകിയെയോ അവിചാരിതമായിട്ട് കാണുന്ന സമയത്ത് ഒക്കെ നമുക്ക് ഈ രോമാഞ്ചം ഉണ്ടാവും. ആലോചിച്ച് നോക്കുക, ഇല്ലേ? നിങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ടാവും, എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. അവരുടെ വസ്ത്രങ്ങൾ നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കുന്ന സമയത്ത്, ഇഷ്ടമുള്ള ആളുകളുടെ വസ്ത്രം നിങ്ങളുടെ ശരീരത്തിൽ സ്പർശിച്ചാൽ മതി, നിങ്ങൾക്ക് രോമാഞ്ചം ഉണ്ടാവും. വികാരാവേശനായി തരും, വികാരിയായിട്ട് മാറും. പള്ളിയിലത്തെ വികാരിയല്ല, നിങ്ങളെ വികാരങ്ങളുള്ള ഒരാളായിട്ട് മാറുന്നു. വീട്ടില് ചിലപ്പോ പറ വയ്ക്കുന്ന സമയത്തോ അവർക്ക് ചിലപ്പോ കോമരങ്ങളോ വെളിച്ചപ്പാടൊക്കെ ചിലപ്പോ ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ പറ വയ്ക്കുവാനായിട്ട് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോ അദ്ദേഹത്തിന്റെ തിരുവുടയാട അല്ലെ അങ്ങനെ വെക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പുഷ്പങ്ങളോ ധാന്യങ്ങളോ അല്ലെങ്കിൽ നെല്ലോ അതൊക്കെ നിങ്ങളുടെ ശരീരത്തിലേക്ക് വീഴുമ്പോ നിങ്ങൾക്ക് ഒരു രോമാഞ്ചം, അല്ലെ? അതീന്ദ്രിയമായിട്ടുള്ള അവസ്ഥ. അങ്ങനെ ശാരീരികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ഒരു രോമാഞ്ചവും ആധ്യാത്മികമായിട്ടുള്ള ഒരു രോമാഞ്ചവും നിങ്ങൾക്ക് ഉണ്ടാവും. ഇവിടെ അർജുനന് വന്നിരിക്കുന്നത് എന്താണ്? ഭൗതികമായിട്ടുള്ള രോമാഞ്ചം. ഇനി ആധ്യാത്മികമായിട്ടുള്ള രോമാഞ്ചം വരുന്നുണ്ട് എപ്പോഴാണ്? വിശ്വരൂപം കാണുന്ന സമയത്ത്, വിരാട് രൂപം കാണുന്ന സമയത്ത് അദ്ദേഹത്തിന്. രണ്ടും വരുന്നുണ്ട് അദ്ദേഹത്തിന്. പക്ഷെ ഇപ്പോ ഇവിടെ 1-ാം അധ്യായത്തിൽ കാണുന്നത് ശാരീരികമായിട്ടുള്ള അവസ്ഥകളാണ്. ഗാണ്ഡീവം ശ്രംസദേഹസ്താത്, കയ്യിൽ നിന്ന് തന്റെ പണിയായുധമായിട്ടുള്ള ആ ഗാണ്ഡീവം ചോർന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ കർമ്മത്തിന് അദ്ദേഹം അധികാരിയല്ല. എന്റെ കയ്യിൽ നിന്ന് പേന പോകുന്നു, പെൻസില് പോകുന്നു, മൊബൈൽ വീണു പോകുന്നു, ജപമാല വീണു പോകുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ശ്രദ്ധയില്ല, അതിൽ വിശ്വാസമില്ല, എന്നെ കൊണ്ട് അതിന് സാധിക്കില്ല, ഞാൻ അതിന് അർഹനല്ല. അതുപോലെ ഇവിടെ ഒരു ക്ഷത്രിയനായിട്ടുള്ള അർജുനന്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആയുധമായിട്ടുള്ള ധനുസ്, വില്ല്, പ്രത്യേകിച്ചും ദിവ്യമായിട്ടുള്ള ആ ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതി പോകുന്നുവെങ്കിൽ അദ്ദേഹം യുദ്ധം ചെയ്യാൻ ഇപ്പോ അർഹനല്ല, അവകാശപ്പെട്ടതല്ല. അദ്ദേഹത്തിന്റെ ക്ഷാത്രവീര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു, അദ്ദേഹത്തിന്റെ വീരശൂരത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു, അദ്ദേഹത്തിന്റെ ധർമ്മം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെയാണ് അവിടെ കണക്കാക്കുന്നത്. അല്ലാണ്ട് വെറുതെ വഴുതി പോകുന്നതല്ല. ഇവിടെ വലിയൊരു ഗാഠമായിട്ടുള്ള അല്ലെങ്കിൽ അഗാധമായിട്ടൊരു മാനസിക അവസ്ഥയെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് വേദവ്യാസ മഹർഷി ഇത് എഴുതിയിരിക്കുന്നത്. ത്വക്ചൈവ പരിദഹ്യതേ, ശരീരമെല്ലാം ചുട്ടുനീറുന്നു. കാരണം ഒന്നും ചെയ്യാൻ എനിക്ക് പ്രാപ്തിയില്ല, എനിക്ക് കിടന്നാ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ശരീരമെല്ലാം ചുട്ടുനീറുന്നത്. മാത്രമല്ല ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ വരാതാകുമ്പോൾ നമ്മുടെ ഹൃദയമെല്ലാം കൂടുതൽ രക്തം പമ്പ് ചെയ്യുകയും അങ്ങനെ എല്ലാ ധമനികളുമെല്ലാം ചുട്ടുനീറുവാനായിട്ട് ആരംഭിക്കും. അതാണ് പുറത്തേക്ക് വ്യാപിക്കുന്നത്. എന്ന് വെച്ചാൽ ബാഹ്യമായിട്ട് മാത്രമല്ല ആന്തരികമായിട്ടും കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് എന്ന് ചുരുക്കം. അത് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. മനസ്സെല്ലാം പതറിപ്പോകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തിട്ട് മനസ്സിന് ഏകാഗ്രത കിട്ടുന്നില്ല. പല പല ചിന്തകള്, യുദ്ധം നിർത്തിയിട്ട് പോകണമോ, ആത്മഹത്യ ചെയ്യണമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണമോ, ഞാൻ എന്തൊരു വിഡ്ഢിയാണ്, പാപിയാണ്, മഹാപാപിയാണ്, മുത്തച്ഛന്റെ കൂടെ യുദ്ധം ചെയ്യാൻ വരെ. ഇതെന്തത്? അധ്യാപകനെ ഇവിടെ ഇന്നത്തെ കാലത്ത് അധ്യാപകനെ റീത്ത് വെക്കും, അത് ഇതും പറയും, അല്ലെങ്കിൽ കൊല്ലാൻ വരെ മടിക്കില്ല, അത് വേറെ വിഷയം. കസാര കത്തിക്കല്, മേശ കത്തിക്കല്, വീട്ടിലേക്ക് ചാണകം വലിച്ചെറിയല്, ബോംബിടല്, ഇതൊക്കെയാണ് ഇന്നത്തെ കുട്ടികളുടെ പ്രധാന വിനോദം. പക്ഷെ ഇത് പറയുന്നത് 5250 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. ആചാര്യദേവോ ഭവ, ആചാര്യന്മാര് ദേവന്മാരാണ്. മാതൃ പിതൃ ആചാര്യ, മാതാവും പിതാവും കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആചാര്യനാണ്, എന്നിട്ടാണ് ദൈവം. അങ്ങനെ ഒരു അവസ്ഥയിലെ ഉള്ള സമയത്തുള്ള വേദകാലഘട്ടത്തിലുള്ള ഒരു സംഭവമാണ് പറയുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിലല്ല. ഇന്നൊക്കെ അത് സർവ്വസാധാരണമായി. അങ്ങനെ അന്ന് അധ്യാപകനെ കാണുമ്പോൾ കുട്ടികൾ ഓടുന്നു, മാറി നിൽക്കുന്നു. ഇന്ന് ആ വിദ്യാർത്ഥികളെ കാണുമ്പോൾ, ആ ശിഷ്യന്മാരെ കാണുമ്പോൾ അധ്യാപകര് പേടിച്ച് ഓടിപ്പോകുന്നു അല്ലെങ്കിൽ മാറി നിൽക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ധർമ്മം എത്തി, വൈരുദ്ധ്യാത്മികമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇപ്രകാരം അവികാര തള്ളിച്ചുകൊണ്ട് സംസ്കാര സമ്പന്നനായിട്ടുള്ള അർജുനൻ പതുക്കെ 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 ശാരീരികമായിട്ടും മാനസികമായിട്ടും നിലംപതിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്.
രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മളെ നേർവഴിക്ക് നടത്തുക, അല്ലെങ്കിൽ നമ്മളെ മുന്നോട്ടുള്ള യാത്ര സുഗമമാക്കുവാനായിട്ട് സഹായിക്കുന്നത്. ഒന്ന് സംസ്കാരം, അല്ലെ? സംസ്കാരം, സംസ്കരിക്കപ്പെട്ടത്. രണ്ടാമത്തതാണ് വികാരം. കേൾക്കുമ്പോ ഒക്കെ ഇതൊക്കെ ഞങ്ങൾക്കറിയാലോ, വികാരം, അല്ലെ? ഇടയ്ക്ക് ഞങ്ങൾക്ക് വികാരം വരും. ഏതാണ്? കാമ, ക്രോധ, മോഹ, ലോഭ, മത, മാത്സര്യ, കുശുമ്പ്, കുനിഷ്ട്, അല്ലെ? പ്രഹസനം, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ വികാരം. സംസ്കാരമൊക്കെ എന്താണ്? വൃത്തിയ, ശുചിത്വം, അല്ലെ? മിതഭാഷണം, പുഞ്ചിരി, മന്ദഹാസം, അല്പവസ്ത്രം, അല്ലെങ്കിൽ അല്പഭക്ഷണം, അല്പനിദ്ര, ഇങ്ങനെയുള്ള സംസ്കാരങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് സംസ്കാരമാണോ വേണ്ടത്, വികാരമാണോ വേണ്ടത്? ഒന്നാലോചിച്ച് നോക്കൂ. എല്ലാവരും പറയും സംസ്കാരം മതി ഞങ്ങൾക്ക്, സംസ്കാര സമ്പന്നനാവണം, സംസ്കാര സമ്പന്നയായിരിക്കണം എന്നൊക്കെ പറയും, അല്ലെ? അതാണ് നമ്മുടെ ഒരു വ്യക്തിയുടെ ഒരു ഐശ്വര്യം, അല്ലെങ്കിൽ ലക്ഷണം, നല്ലൊരു ലക്ഷണം. വരനെ ആലോചിക്കുമ്പോഴും വധുവിനെ ആലോചിക്കുമ്പോഴും അല്ലെങ്കിൽ എന്ത് തരത്തിലായാലും നമ്മൾ ആദ്യം എന്താണ്? അവൻ സംസ്കാര സമ്പന്നനാണോ, സംസ്കാര സമ്പന്നയാണോ, അതാ നോക്കാം. അല്ലാണ്ട് ഉദ്യോഗം, പദവി, അതല്ല. അതൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോ നമുക്ക് സംസ്കാരമില്ലെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ ഉള്ളിൽ നല്ല ഗുണങ്ങളെ നമ്മൾ വളരെ പണിപ്പെട്ട് വളർത്തിയെടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? സംസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ വികാരം എന്താണ്? നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ വന്നു ചേരുന്ന കുറെ ദുഷിച്ച ചിന്തകളെയാണ് വികാരം എന്ന് പറയുന്നത്. ഇവിടെ അർജുനൻ എന്താ ഉണ്ടായത്? വികാര തള്ളിച്ച. അർജുനൻ വിചാരിച്ചിട്ടാണോ? അർജുനൻ വിചാരിക്കേണ്ടതൊക്കെ വരണമെന്ന് ഇല്ല. അർജുനൻ വിചാരിക്കാതെ തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളില് ഈ ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്ന കുറെ പ്രശ്നങ്ങളെയാണ് ഇവിടെ വികാരം എന്ന് പറയുന്നത്. അപ്പൊ വികാരമാണോ വേണ്ടത്, സംസ്കാരമാണോ വേണ്ടത്? നമുക്ക് സംസ്കാരം. ഞങ്ങളുടെ അടുക്കളയ്ക്കും വെക്കാന്ന് വിചാരിച്ചു. ശരി, 10, 14, 16 മാതാജിമാരൊക്കെ റെഡി ആയിട്ട് വന്നു. എല്ലാവരോടും പറഞ്ഞു ഇങ്ങനെ ഒരു ബോർഡർ എങ്ങനെ നമുക്ക് പ്ലെയിൻ സാരി, അതില് പച്ച വരകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ലൊരു ഇതൊക്കെ ഉണ്ടാക്കണം പറഞ്ഞു. ശരി, അങ്ങനെ അവരെല്ലാവരും ഒരു കടയിൽ പോയി. അവിടെ 15 സെറ്റ് ഉണ്ടായിരുന്നു, 16 ഉണ്ടായിരുന്നു. ഒരു മാതാജിക്ക് കിട്ടിയില്ല. ഏറ്റവും അവസാനം പോയ മാതാജി കിട്ടിയില്ല. ഭയങ്കര വിഷമമായി അവര്. അയ്യോ, ഞങ്ങൾ പങ്കെടുക്കണ്ടേ? കുറെ കടകളിലൊക്കെ പോയി, ഇതുമാതിരി ഒരു സാധനം കിട്ടാനില്ല. അങ്ങനെ ഭർത്താവ് പറഞ്ഞു, ശരി, വിഷമിക്കേണ്ട, നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ തപ്പിയെടുക്കാം, അല്ലെങ്കിൽ ഓൺലൈനിൽ നമുക്ക് ഓർഡർ കൊടുക്കാം എന്ന് പറഞ്ഞ് ഇവര് അടുത്തുള്ള തൃശ്ശൂർ നെഹ്റു പാർക്കിൽ പോയിട്ട് കുറച്ചു നേരം കാറ്റ് കൊള്ളാനായിട്ട് പോയി. അവിടെ പോയ സമയത്ത് അവിടെ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു. ആ ബെഞ്ചില് അവിടെ പച്ച ചായം, അവിടെ ഓരോ അഴികളില് പച്ച ചായ അടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇവര് നല്ല വെളുത്തൊരു സാരി എടുത്തിട്ടുണ്ടായിരുന്നു, നല്ല കസവ് സാരി, സെറ്റ് സാരി. അങ്ങനെ ഈ സ്ത്രീ അവിടെ ചെന്നിരുന്നു. കുറച്ചു നേരം ഇരുന്നപ്പോ പെയിന്റ് ഒന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഈ പെയിന്റ് എല്ലാം ഈ വെള്ള സാരിയില് ഈ പച്ച പെയിന്റ് എല്ലാം പിടിച്ച് ഏകദേശം ഭർത്താവ് നോക്കിയപ്പോ, എടി ഇനി നീ സാരി ഒന്നും വാങ്ങണ്ട, ഏകദേശം ആ മാതാജിമാര് വാങ്ങിച്ചിട്ടുള്ള അതേപോലെ തന്നെ ഒരു സാരി പോലെയായി നിന്റേത്. വെളുത്ത സാരിയില് പച്ചവരകള്, നീ ചാരിയിരുന്ന സ്ഥലത്തും നീ സൈഡിലിരുന്ന സ്ഥലത്തും നിന്റെ അടിയിലും എല്ലായിടത്തും ഉണ്ട്. നമുക്കിനി ഇത് കുറച്ചും കൂടി ടച്ചപ്പ് ചെയ്താൽ മതി, പച്ച പെയിന്റ് ഞാൻ വാങ്ങാം, ഇനിയൊന്നും വാങ്ങാനൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. നോക്കൂ, ശരിയാണോ ഇത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മറ്റേ സാരികളെല്ലാം ഇത് വേണം, ഇങ്ങനെയായിരിക്കണം, ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് വിചാരിച്ച് ദിവസങ്ങളോളം, ആഴ്ചകളോളം സംസ്കരിച്ച് ഉണ്ടാക്കിയെടുത്ത സാരിയാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ഇവിടെയാണെങ്കിലോ അറിയാതെ വന്നു ചേർന്നതാണ്. അങ്ങനെ അറിഞ്ഞുകൊണ്ട് വന്നു ചേർന്നതിനെ സംസ്കാരമെന്നും അറിയാതെ വന്നു ചേർന്നതിനെ വികാരമെന്നും പറയുന്നു. ചെറിയൊരു ഉദാഹരണം കേട്ടോ. ഇനിയിപ്പോ ഇതിൽ കുറെ ഇതൊക്കെ ഉണ്ടല്ലോ പ്രഭു, ഇത് അങ്ങനെയല്ലല്ലോ, ഇങ്ങനെയല്ലല്ലോ, ഇതൊന്നും ഞങ്ങൾക്ക് അത് അങ്ങനെ വിചാരിക്കണ്ട. ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാ, പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ വികാരങ്ങളെ നമുക്ക് വലുതും ചെയ്യാൻ പറ്റും. വീട്ടിൽ പോയിട്ട് മണ്ണെണ്ണയിൽ മുക്കി വെക്കുക, ടർപ്പൻ്റെയിൽ മുക്കി വെക്കുക, അല്ലെ? ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തിട്ട് ആ പെയിന്റ് എല്ലാം പോയിക്കോളൂ. പക്ഷെ മറ്റേതിലത്തെ പെയിന്റ് കളയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇല്ല, അത് ഉണ്ടാക്കിയെടുത്തതാണ്. അങ്ങനെ ദീർഘമായിട്ടുള്ള ഒരു കാലഗണന കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നമ്മുടെ നല്ല സ്വഭാവങ്ങളെയാണ് സംസ്കാരം എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ അറിയാതെ നമ്മളിൽ വന്നു ചേരുന്നവയാണ് നമ്മളെ മോശമാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നവയാണ്. മനസ്സിന്റെ അവസ്ഥയാണ് വികാരങ്ങള്. അത് വന്നു ചേർന്നതാണ്. വന്നു ചേർന്നവയെ നമുക്ക് ഓടിച്ചു കളയാനും പറ്റും, ഉപേക്ഷിക്കാനും പറ്റും. അപ്പൊ അതുകൊണ്ട്
കൊണ്ട് ഇവിടെ അർജുനന് വന്നു ചേർന്നതാണ്. വന്നു ചേർന്നവയെ ഇല്ലാതാക്കുവാനും സാധിക്കും. ആര് വിചാരിച്ചാൽ? ഭഗവാൻ വിചാരിച്ചാൽ. അതാണ്, അവിടെയാണ് നമ്മുടെ ഇത് കിടക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് വന്നു ചേർന്നിരിക്കുന്നത്? നമ്മുടെ ജന്മനാ സ്വായത്തമാക്കിയവയെ ചിലപ്പോൾ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല, സംസ്കാരങ്ങൾ. പക്ഷെ വന്നു ചേർന്നിട്ടുള്ള ഈ കാമക്രോധ മോഹലോഭങ്ങളാകുന്ന ഈ ഒരു ദുശ്ചിന്തകളെ, ഈ ഒരു വികാരങ്ങളെ നമുക്ക് നിയന്ത്രിക്കുവാനും അവയെ നിശേഷേണ നമുക്ക് നശിപ്പിക്കുവാനും ഉപേക്ഷിക്കുവാനും സാധിക്കും. അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? എനിക്ക് ഭയങ്കര കോപമുണ്ട്, എനിക്ക് ഭയങ്കര അതിമോഹമുണ്ട്, ദുരാഗ്രഹമുണ്ട്, വ്യാമോഹമുണ്ട്, അതുണ്ട്, ഇതുണ്ട്. കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് ഉപേക്ഷിക്കാം. മാർഗദർശിയായിട്ടുള്ള ഒരു ഭക്തന്റെ, ഒരു ഗുരുവിന്റെ, അല്ലെങ്കിൽ ഒരു ശിക്ഷാഗുരുവിന്റെ, ദീക്ഷാഗുരുവിന്റെ സാന്നിധ്യം കൊണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ നിർദ്ദേശങ്ങളും അവയുടെ സ്വാധ്യായം കൊണ്ടുമെല്ലാം നിങ്ങൾക്ക് സുഖമായിട്ട് സത്സംഗത്തിൽ നല്ല പോലെ നിങ്ങൾ പോവുകയാണെങ്കിൽ, നല്ല സജ്ജനങ്ങളുമായിട്ടുള്ള സഹവാസം കൊണ്ട് നിങ്ങൾക്ക് ഈ വികാരങ്ങളെയെല്ലാം സംസ്കാരമാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. കുരുമുളക് കിൻഡലിന് 2800 രൂപ, സംസ്കരിച്ചത് 5800 രൂപ. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ? കമ്പോള നിലവാരത്തില്. ഇതെന്താ സംസ്കരിച്ചതിന് ഇത്ര വില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാശാവില്ല. അത് നല്ല പോലെ ഉണക്കി അതിന്റെ പൊടിയെല്ലാം കളഞ്ഞ് അതിനെ തണർത്തിട്ടെല്ലാം ഉണക്കിയിട്ട് ഔഷധ ഗുണത്തോട് കൂടിയിട്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെ സംസ്കരിച്ചതിന് എപ്പോഴും മൂല്യമുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താ വേണ്ടത്? സംസ്കാരങ്ങള്. അതാണ്. അതുകൊണ്ട് അല്ലയോ ഇവിടെ വികാര തള്ളിച്ച വന്നു, വികാരത്തിന് അടിമയായിട്ട് ഇവിടെ ആ വികാരങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. എന്നിട്ട് പറയാ, നജാ ശക്നോമവസ്ഥാതും ഭ്രമദീവ്യ ച മേ മനഃ നിമിത്താനി ച പശ്യാനി വിപരീതാനി കേശവ. ഇതുവരെയ്ക്ക് ഇനി ശരീരത്തിന്റെ അവസ്ഥകളായിരുന്നു. ഇനി കക്ഷി പതുക്കെ മനസ്സിന്റെ അവസ്ഥകളിലേക്ക്, കുറച്ചും കൂടി ഉയർന്ന ഗ്രേഡിലേക്ക്. കാരണം ഇതൊന്നും കേട്ടിട്ട് നമ്മുടെ അർജുനൻ നമ്മുടെ ഗോവിന്ദൻ ഒന്നും മിണ്ടില്ല. പറയും, നീ പറഞ്ഞു, ഞാൻ കേൾക്കാം. അങ്ങനെയുള്ള ഒരു താല്പര്യമില്ലാത്തൊരു മട്ടിലിരിക്കണം. എന്നുവെച്ചാ പുള്ളിക്ക് എന്റെ മനസ്സിന്റെ അവസ്ഥ കൂടി പറഞ്ഞു കൊടുക്കാം. ഇതിൽ അദ്ദേഹം വീണു പോകും. അത് കേൾക്കട്ടെ, എന്റെ അടുത്താണ് അദ്ദേഹത്തിന്റെ കളി എന്ന് വിചാരിച്ച് കുറച്ചും കൂടി ആ ഗോവിന്ദന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ, അല്ലെങ്കിൽ തന്റെ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട്, കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ, എപ്പോഴും രണ്ടുപേരോട് വർത്താനം പറഞ്ഞു നിൽക്കുമ്പോ അതിന്റെ ഇടയിൽ കയറിയിട്ട് അത് ചെയ്ത് എന്തിനാണ്? കുറച്ച് ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട്. അതുപോലെ ഇവിടെ അർജുനൻ തന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുവാനായിട്ട് വലിയ എന്തോ കാര്യം പറയണ പോലെ ഇവിടെ ഗോവിന്ദനോട് പറയുകയാണ്, അല്ലയോ ഗോവിന്ദ, എനിക്ക് ഇപ്പോൾ ഉറച്ചു നിൽക്കുവാൻ കൂടി സാധിക്കുന്നില്ല. ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു, മനസ്സ് ചുറ്റിക്കറങ്ങുന്നു. അല്ലയോ കേശവ, കൃഷ്ണ, ദൗർഭാഗ്യ ലക്ഷണങ്ങളാണ് ഞാൻ എമ്പാടും കാണുന്നത്. ഭാവാർത്ഥം, ആശയ വിശദീകരണം പർപ്പട്ട്. ഭാവാർത്ഥം എഴുതിയ അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. വികാര വിക്ഷോഭത്തിൽ അർജുനന് യുദ്ധരംഗത്ത് നിൽക്കാനാവാതായി. മനോദൗർബല്യം കൊണ്ട് ആത്മവിസ്മൃതിയോളം എത്തി. ഭൗതിക വിഷയങ്ങളിലുള്ള അമിതമായ ആസക്തി മനുഷ്യനെ അമ്പരിപ്പിക്കുന്ന ഒരു വിഷമസ്ഥിതിയിലാണ് എത്തിക്കുക. ഭയം ദ്വിതീയാത് അഭിനിവേശ സദാ സ്യാത്. ശ്രീമദ് ഭാഗവതത്തിന്റെ 11-ാം സ്കന്ധത്തിലെ 2-ാം അധ്യായത്തിൽ 37-ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭൗതിക പരിതസ്ഥിതികളാൽ അത്യന്തം സ്വാധീനിക്കപ്പെട്ടവരിലാണ് ഇത്തരത്തിലുള്ള ഭയപ്പാടും മാനസിക വിഭ്രമവും കണ്ടുവരുന്നത്. യുദ്ധരംഗത്തിൽ ഭാവി വിപത്തിനെ മാത്രമേ അർജുനൻ കണ്ടുള്ളൂ. ശത്രുക്കളെ ജയിച്ചാൽ പോലും തനിക്ക് സന്തോഷിക്കാനാവില്ല. സാരഗർഭമായെന്നാണ് ഇവിടെ നിമിത്താനി വിപരീതാനി എന്നീ 2 വാക്കുകൾ. തന്റെ പ്രതീക്ഷകളെല്ലാം നിഷ്ഫലമാകുമ്പോൾ അയാൾ ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചിന്തിച്ചു പോകുന്നു. എല്ലാവർക്കും സ്വന്തം കാര്യത്തിലും ക്ഷേമത്തിലുമാണ് താല്പര്യം, പരമാത്മാവിലല്ല. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഇച്ഛാനുസാരം അർജുനൻ തന്റെ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതായ സ്വാർത്ഥ താല്പര്യങ്ങളിലുള്ള അജ്ഞത പ്രകടിപ്പിക്കുന്നു. യഥാർത്ഥമായ സ്വാർത്ഥ താല്പര്യം വിഷ്ണുവിൽ അഥവാ ശ്രീകൃഷ്ണനിലാണ് നിലകൊള്ളുന്നത്. ബദ്ധനായ ജീവാത്മാവ് ഇത് മറക്കുകയും തന്മൂലം ഭൗതിക ക്ലേശങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. യുദ്ധത്തിൽ നേടുന്ന വിജയം തനിക്ക് ദുഃഖത്തിനെ വഴിവെക്കൂ എന്ന് അർജുനൻ വിചാരിച്ചു. മാനസികാവസ്ഥയാണ് ഇനി വിവരിക്കാൻ പോകുന്നത്. നജ ശക്നോമി അവസ്ഥാതും. അല്ലയോ കൃഷ്ണ, കേശവ, കേശി എന്ന രാക്ഷസനെ വധിച്ചവനെ, കേശി വധത്വാദിതി കേശവ, അല്ലെങ്കിൽ അനേക കേശ അഭിവൃദ്ധ, കൂടുതൽ കേശങ്ങളുള്ളവൻ, കാർക്കൂന്തലുള്ളവൻ, അല്ലെ? നീലഭൃംഗാദിയും കുന്തളകാന്തിക്കും തേച്ചിട്ട് ഇങ്ങനെ നല്ല പോലെ കണ്ടിട്ടില്ലേ ഭഗവാൻ കൃഷ്ണന്റെ മുടി ഇങ്ങനെ യശോദയ്ക്ക് 1.5 മണിക്കൂർ എടുക്കണമെന്ന് ഇത് മുടി കെട്ടിയിട്ട് പിന്നെ അത് ചെയ്യാനായിട്ട് അത്രയും സമയം വേണ്ടി വരുന്നു. അപ്പൊ അത്രയും നല്ല
ഉറപ്പുള്ള അല്ലെങ്കിൽ പുറ്റുള്ള ഉള്ളുള്ള മുടികളായിരുന്നു ആർക്ക്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് കേശങ്ങളുള്ളവൻ, കേശവൻ എന്ന് വിളിക്കാറുണ്ട്. പിന്നെ കേശി വധത്വാത്, കേശി എന്ന കറുത്ത കുതിരയുടെ രൂപത്തിൽ വന്നിട്ടുള്ള കേശി ഘട്ട് വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ കാണും. കറുത്ത കുതിരയുടെ രൂപത്തില് വന്നിട്ടുള്ള നമ്മുടെ കംസന്റെ അനുചരനായിട്ടുള്ള അരാക്ഷസനെ വധിച്ചത് കൊണ്ട് അദ്ദേഹത്തിനുണ്ട് കേശവ എനിക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല. മനഹ ഭ്രമതി, മനസ്സിങ്ങനെ ചുറ്റിക്കറങ്ങുന്നു പറഞ്ഞാൽ തല കറങ്ങുന്നു എന്നർത്ഥം. ഭൂമിയെല്ലാം ചുറ്റിക്കറങ്ങുന്ന പോലെ തോന്നുന്നു. വീട്, വാഹനങ്ങള്, വൃക്ഷങ്ങളെല്ലാം ഇങ്ങനെ തനിക്ക് ചുറ്റി ഇങ്ങനെ ഭ്രമണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തന്റെ മനസ്സാണ് ചുറ്റിക്കറങ്ങുന്നത്, അതല്ല. വസ്തുക്കൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. നിമിത്താനിച്ച പശ്യാമി, ഞാൻ കാണുന്ന നിമിത്തങ്ങളെല്ലാം എന്താണ്? വിപരീതാനി. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വസ്തുതയാണ് കേട്ടോ ഇവിടെ. നമുക്കൊക്കെ ഉണ്ടാവുന്നതാണ്. എങ്ങനെയാണ്? നമുക്ക് നല്ലതായിരിക്കുമ്പോൾ നമ്മുടെ നിമിത്തങ്ങൾ അല്ല ശകുനങ്ങളെല്ലാം നല്ല ശകുനങ്ങളായിട്ടും നമുക്ക് നല്ലതായിട്ടും തോന്നും, നമുക്ക് അനുകൂലമായിട്ടും തോന്നും. നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത്, ദുഃഖം വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് മുഴുവൻ എന്താണ്? ദുശകുനങ്ങളാണ്, വിപരീതങ്ങളാണ്. നമ്മുടെ മനസ്സിന്റെ അവസ്ഥയാ. സത്യത്തില് ശകുനം അപശകുനം അങ്ങനെ വലുതുണ്ടോ? ഇല്ല. നിമിത്തങ്ങള് ശരി, നിമിത്തം ഉണ്ടായിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ എല്ലാം നല്ലതിനു വേണ്ടിയിട്ടാണ്. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നതും നിങ്ങൾക്ക് വന്നു ചേരുന്നതുമെല്ലാം നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. ദോഷത്തിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ സംഭവിക്കില്ല. നിങ്ങളുടെ മക്കളുടെ ദോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വലുതും ചെയ്യോ, ചിന്തിക്കോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് ഭഗവാൻ നിങ്ങൾക്ക് ദോഷകരമായിട്ടുള്ള അവസ്ഥകൾ വന്നെത്തിക്കുക? എല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിന്റെ അവസ്ഥകളിൽ നിന്നാണ്. അത് പിന്നെ ഇന്ദ്രിയങ്ങളിലേക്കും, ഇന്ദ്രിയങ്ങൾ പതറിപ്പോകുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ പാപകർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. അതാണ്. ഒരിക്കലും വിപരീതങ്ങളായിട്ടുള്ള അപശകുനങ്ങളായിട്ടുള്ള യാതൊരു വസ്തുവില്ല. നിങ്ങൾക്ക് തോന്നുന്ന അപശകുനം വേറൊരാൾക്ക് ശകുനമായിരിക്കും. അതാ അപ്പൊ ഇതെന്താ എനിക്ക് വന്നത്? നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ അതാണ്. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, എന്റെ പ്രഭു എനിക്ക് അറിയാമായിരുന്നു, രാവിലെ തന്നെ ഞാൻ ഇറങ്ങുമ്പോ ആ മാതാജീനെ കണ്ടത്, അല്ലെങ്കിൽ അവരുടെ ഫോണാ വന്നത്, അപ്പൊ തന്നെ വിചാരിച്ചു ഇത് എനിക്ക് കിട്ടില്ല. അങ്ങനെ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ മറ്റുള്ളവരുടെ തലയിൽ നമ്മൾ അടിച്ചേൽപ്പിക്കും. നമ്മുടെ ന്യൂനതകളെല്ലാം മറച്ചു വെക്കുവാനായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ശ്രമിക്കും. പക്ഷെ അത് ശരിയല്ല. കാരണം ശകുനങ്ങളോ അപശകുനങ്ങളോ ദുശകുനങ്ങളോ ഒന്നും തന്നെയില്ല. ഇതെല്ലാം ഉണ്ടാകുന്നത് നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥയിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിക്കുക. എല്ലാ അപശകുനങ്ങളും ശകുനമായിട്ട് മാറും, എല്ലാം നല്ലതായിട്ട് തീരും. എല്ലാം ശാന്തിയും സമാധാനത്തോടും അടുക്കും ചിട്ടയോടും കൂടിയിട്ട് നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. അതിന് ആ ഭഗവാനെ ശരണം പ്രാപിക്കുക, അല്ലാതെ വേറെ വഴിയില്ല. ഹരേ കൃഷ്ണ. അങ്ങനെ നമ്മുടെ അർജുനൻ കുട്ടിയുടെ ശാരീരിക മാനസിക അവസ്ഥകളെല്ലാം കണ്ടു. ഇതെല്ലാം നമുക്ക് തന്നെ ഉണ്ടായതാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കും. ശരിയാണ്, നമ്മളും ആ തലത്തിൽ കൂടെ തന്നെയാണ് പോയത്. പക്ഷെ നമുക്ക് തരണം ചെയ്യുവാനായിട്ട് ശ്രീമദ് ഭഗവത്ഗീതയുണ്ട്, ആചാര്യന്മാരുണ്ട്, നമ്മുടെ സത്സംഗമുണ്ട്, മാർഗദർശിയായിട്ടുള്ള ഭക്തന്മാരുമുണ്ട്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് നിത്യാനന്ദ ത്രയോദശിയാണ്. ബലരാമന്റെ അവതാരമായിട്ടുള്ള ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ ഉണ്ടായിരുന്ന നിത്യാനന്ദ പ്രഭു അവതരിച്ച ദിവസം. അപ്പോ ഉപവാസം ചിലർ അനുഷ്ഠിക്കാറുണ്ട്, വളരെ നല്ല കാര്യം. അങ്ങനെ അദ്ദേഹത്തിന്റെ ജന്മദിനത്തില്, ആവിർഭാവ ദിനത്തില് നിങ്ങൾക്ക് എല്ലാവർക്കും നിത്യാനന്ദ ത്രയോദശി ആശംസകൾ നേരുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. അടുത്ത ആഴ്ച കാണാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിർത്താം. ഹരി ബോൾ. താങ്ക്